الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أدعو ربي ولا أشرك به أحدا ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, ഭൂമിയുടെ അഷ്ടദിക്കുകളിൽ ബൈലക്സ് മെസ്സഞ്ചറിലൂടെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന ഏറ്റവും പ്രൗഢമായ പ്രാമാണികമായ വിഷയം കേൾക്കുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് സമാധാനപരമായി നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ടുള്ളത്. ഏകാഗ്രമായ ഒരു മനസ്സുണ്ടാവണം എന്നാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 8 മണിക്ക് ആരംഭിക്കേണ്ട നമ്മുടെ ക്ലാസ് ഏറെക്കുറെ 8:45 ഇത്രയും ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഏരിയകൾ മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാമാണികമായി സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ഒരു വിഷയം തന്നെയാണല്ലോ ഈ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയം. മുസ്ലിം സമുദായത്തിന് ആധുനിക കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തം അല്ലാഹുവിന്റെ ഗ്രന്ഥവും ആ ഗ്രന്ഥത്തെ അല്ലാഹു തന്നെ വിശദീകരിച്ചു കൊടുത്ത് മനസ്സിലാക്കി അത് സമൂഹത്തിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അല്ലാഹുവിന്റെ ദീനിൽ സ്വന്തമായി ഒരു വാക്ക്, യുവാക്കളെ ഈ സദസ്സിൽ നിങ്ങളാണ് ധാരാളമുള്ളത്, നിങ്ങളിലാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷയും. നിങ്ങൾ ഈ ഖുർആനിക വചനം ശരിക്കും ശ്രദ്ധിക്കണം. ഞാനിവിടെ ഉദ്ധരിക്കുന്ന ഓരോ വചനങ്ങളും നിങ്ങൾ സഗൗരവമായി ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവിൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഇനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവിൽ, റസൂലെങ്ങാനും
അള്ളാഹുവിന്റെ പേരിൽ ഒരു വാക്ക് കെട്ടിച്ചമച്ചാൽ, ഒറ്റ വാക്ക്, ഒരക്ഷരം, അങ്ങനെ ചെയ്താൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ, ഞാൻ എന്റെ വലത് കൈ കൊണ്ട് റസൂലുള്ളാഹിനെ പിടിക്കും. സുമ്മ ലഖതഅനാ, എന്നിട്ട് നാം മുറിച്ചു കളയും അദ്ദേഹത്തിന്റെ ജീവനാഡി, കൊരവള്ളി. എന്റെ പിടുത്തത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഏയ് ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അള്ളാഹുവിന്റെ റസൂലാണ് ഒരു വാക്ക് അള്ളാന്റെ പേരിൽ പറയുന്നതെങ്കിൽ റസൂലിനോട് പോലും അള്ളാന്റെ സമീപനം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ജീവനാഡി അള്ളാന്റെ വലത്തെ കൈ കൊണ്ട് പൊട്ടിച്ചു കളയുന്ന. അള്ളാഹ്ക്ക് വലത്തെ കൈയുണ്ടോ? റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്താടത്തിന്റെ ഒരു ഖുർആൻ പരിഭാഷ ഉണ്ട്, അതിൽ നൽകിയ അതേ അർത്ഥമാണ് ഞാനിപ്പോ പറഞ്ഞത്, മുജാഹിദിന്റെ അർത്ഥമല്ല. അള്ളാഹുവിന്റെ വലത്തെ കൈ കൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവനാഡി പൊട്ടിച്ചു കളയും, കൊരവള്ളി പൊട്ടിച്ചു കളയും. ആ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്കൊരാൾക്കും ആ റസൂലിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇത് ഒരു വലിയ ആശയമാണ് ഈ പറഞ്ഞത്. ഖുർആനിലെ 69-ാം അധ്യായം അൽ-ഹാഖത്തും അൽ-ഹാഖ 44, 45, 46, 47 വചനങ്ങളാണ്. എന്താ അവിടെ പറഞ്ഞത്? മുസ്ലിങ്ങളിൽ വ്യത്യസ്ത ചിന്തകളുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവും. പിന്നെ ഞാനെന്താ പറയുന്നത് നോക്കാൻ ആയിട്ട് വന്നോലും ഉണ്ടാവും. അതിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പൊ ഇഖ്ലാസ് നന്നായാൽ എല്ലാവർക്കും നന്ന്, നിയ്യത്ത് നന്നായാൽ എല്ലാവർക്കും നന്ന്. നല്ല കേട്ട് അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പോയിന്റ്, അള്ളാന്റെ റസൂലാണ് അള്ളാന്റെ പേരിൽ ഒരു വാക്ക് കെട്ടിച്ചമച്ച് പറയുന്നതെങ്കിലും അള്ളാഹു എന്റെ കൊരവള്ളി പൊട്ടിച്ചു കളയുന്ന പറയും. അതുകൊണ്ട് ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ, ശ്രദ്ധിക്കണം, കാര്യങ്ങൾ ശരിക്കും വിവച്ഛേദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് പ്രമാണങ്ങളോട് നിരന്തരമായ ഒരു ബന്ധം ഈ സമുദായത്തിന് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ പ്രബോധിത സമൂഹമുണ്ടല്ലോ സഹാബത്ത്, അവരും എങ്ങനെയാണോ ഉൾക്കൊണ്ടത്, മനസ്സിലാക്കിയത്, അതുപോലെ ആയിരിക്കണം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് എക്കാലഘട്ടത്തിലും മുജാഹിദുകളുടെ ജീവനാഡിയായി അതിമേൽ കിടന്നിട്ട് കറങ്ങല നമ്മുടെ ഒരു പ്രത്യേകതയും അതാണ്. കാരണം ഏതൊരു ഇബാദത്ത്, ഏതൊരു അമലിലും ആ അമല് ഇബാദത്തായി തീരുക പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ്. ഏതൊരു അമലി ചെയ്യുകയാണെങ്കിലും ആ അമല് ഇബാദത്താവുക ആ അമലിൽ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ. ഒരാൾ നിസ്കരിക്കുന്നു, ആളെ കാണിക്കാനാണ്, അതിന് ശിക്ഷയല്ലേ, പ്രതിഫലല്ല. ഉണ്ടോ? യുറാവുനന്നാസ്, ജനങ്ങളെ കാണിക്കാനാണ് അയാൾ നിസ്കരിക്കുന്നത് എന്ന് ഖുർആൻ സൂറത്ത് നിസായിൽ പറയും. അത് ഇബാദത്തല്ല, അത് അല്ലാഹുള്ള ഇബാദത്തല്ല. ഏത് ഒരു അമലും പടച്ച തമ്പുരാന്റെ വജു ഉദ്ദേശിച്ച അമലി ചെയ്യുമ്പോൾ അതിലൊരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതുകൊണ്ട് തന്നെ എല്ലാ ഇബാദത്തുകളുടെയും അല്ല എല്ലാ കർമ്മങ്ങളുടെയും അന്തർധാരയായി അത് ഇബാദത്തായി തീരുക അതിൽ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ്.
അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് രക്ഷയും ശിക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്നതെന്തോ അതാണ് പ്രാർത്ഥന. വളരെ ഗൗരവമായി പറയാം, അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നിന്നുള്ള രക്ഷയും ശിക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നേട്ടം, അതാണ് ദുആ, പ്രാർത്ഥന. ആ പ്രാർത്ഥന പടച്ചതമ്പുരാനോടല്ലാതെ ലോകത്ത് ഒരു ശക്തിയുടെ മുമ്പിലും നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കാതലായ വശം. മുസ്ലിങ്ങൾക്കിടയിലും ഇതര മത സമൂഹങ്ങൾക്കിടയിലും കാതലായിട്ടുള്ള വ്യത്യാസവും ഇത് തന്നെയാണ്. ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കപ്പെടുന്നവന്റെ സിഫത്ത് എന്താണ്? എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത്? പ്രാർത്ഥിക്കാൻ അർഹത അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്കില്ലേ? അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോട് പ്രാർത്ഥന നിർവഹിക്കാൻ സൃഷ്ടിക്ക് യോഗ്യതയില്ല. ഇതാണ് വളരെ പ്രധാനമായ പോയിന്റ്. ആരോടാണോ നാം പ്രാർത്ഥിക്കുന്നത് അവൻ സൃഷ്ടാവാണ്. ആരോടാണ് നാം പ്രാർത്ഥിക്കുന്നത് അത് അള്ളാഹുവിനോട് മാത്രമാവണം. പടച്ചതമ്പുരാന്റെ ഒരു മഖ്ലൂക്കിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തിരുനബിയുടെ ജീവിതം ഉടനീളം അത് തന്നെ. ആദ്യമായി നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ റോൾ മോഡൽ ആരാകണം? നാം ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന മാതൃകകൾ ആരാണ്? അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ആരാണ്? പ്രവാചകന്മാരാണ്, അല്ലെ? ആ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു. ആ പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തയച്ചു. ആ പ്രവാചകന്മാരുടെ പാത പിന്തുടരണമെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു. മാത്രവുമല്ല, എല്ലാവരും ശ്രദ്ധിക്കണം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിലോകത്തേക്ക് അയക്കുമ്പോ, ഭൂമിലോകത്തേക്ക് ആദം അലൈഹിസ്സലാം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ ആ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല എന്നാണ് ആയത്തിന്റെ അർത്ഥം. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 38-ാമത്തെ വചനമാണ്. ഈ വചനത്തിന്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക എല്ലാവരും. ആളുകൾ ഈ സസിലേക്ക് കയറി വരും, ആളുകൾ ഈ സസിൽ ഇറങ്ങിപ്പോകും. അത് നിങ്ങൾ നോക്കരുത് കേട്ടോ. അങ്ങനെ കണ്ണൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോരുതേ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. സൂറത്ത് ബഖറയിലെ 38-ൽ അല്ലാഹു പറയുന്നത് എന്താണ്? എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിയാൽ ആ മാർഗദർശനത്തെ ആർ പിന്തുടരുന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല എന്ന് പറയും. പടച്ചതമ്പുരാനിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിയാൽ ആ മാർഗദർശനം പിന്തുടർന്നാൽ ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. അതിന് നേരെ വിപരീതമായ ഒരു അർത്ഥമുണ്ട്. ആ ആയത്തിന് തന്നെ നേരെ വിപരീതമായ ഒരു അർത്ഥമുണ്ട്. ആർ അല്ലാഹുവിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവൻ ദുഃഖിക്കേണ്ടി വരും, ഭയപ്പെടേണ്ടി വരും എന്നും അതിനൊരു മീനിങ് ഉണ്ട്. മറ്റേത് മാത്രമല്ല, ഏത് അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനം കിട്ടി അതിനനുസരിച്ച് ജീവിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. എന്നാൽ അല്ലാഹുവിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവൻ എന്തായാലും ദുഃഖിക്കേണ്ടി വരും, ഭയപ്പെടേണ്ടി വരും. അപ്പം അല്ലാഹു കാലാകാലങ്ങളിൽ വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത് വലികുല്ലി ഖൗമിൻ ഹാദ്. ഖുർആനിലെ സൂറത്ത് റായത്തിലെ 7-ാമത്തെ വചനമാണ്, 16-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനമാണ്, 35-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനമാണ്. ഒരു സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അയക്കാതെ നാം വിട്ടയച്ചിട്ടില്ല. എല്ലാ സമൂഹത്തിലും അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ മാതൃകകളായി വന്നു. ആ പ്രവാചകന്മാരെ വിട്ടിട്ടുള്ള കളിയാണ് ആധുനിക മുസ്ലിം സമുദായത്തിൽ നിരന്തരമായി
അങ്കുശമില്ലാത്ത ധാർഷ്ട്യം പ്രവാചകന്മാരെ ധിക്കരിക്കുന്നിടത്താണ് മനുഷ്യർക്കുള്ളത്. പ്രവാചകന്മാരെ അള്ളാഹു തൃപ്തിപ്പെട്ടു, പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തു, പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരൂ എന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും അത്ഭുതം എന്താ അറിയോ? ഒരു പ്രവാചകനെ ഒരു സമൂഹം നിഷേധിച്ചാൽ അതിനെക്കുറിച്ച് ഖുർആന്റെ പരാമർശം എന്താ അറിയോ? അള്ളാഹ് അയച്ച മുഴുവൻ നബിമാരെയും നിശ്ചയിച്ചതിന് തുല്യാണ്. മനസ്സിലായില്ല? ഒരു നബിയെ ഒരു ഉദാഹരണം, ഫോർ എക്സാമ്പിൾ നൂഹ് നബി ആ സമൂഹത്തിൽ വന്നു. നൂഹ് നബിയെ ആ ഖൗമ് നിഷേധിച്ചതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പ്രയോഗം എന്താ അറിയോ? സൂറത്ത് അറാഫിൽ, സൂറത്ത് ശുഅറയിലെ 26-ാം അധ്യായത്തിൽ വകസ്സബത് ഖൗമു നൂഹിൽ മുർസലീൻ ഒന്ന് അർത്ഥം വെച്ച് നോക്കേ. വകസ്സബത് ഖൗമു നൂഹിൽ മുർസലീൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത സകല മുർസലുകളെയും നിഷേധിച്ചു. കണ്ടിട്ടുണ്ടോ അവരവരെ? നൂഹ് നബി അല്ലാത്ത വേറെ നബിയെ നൂഹ് നബിന്റെ ഉമ്മത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നൂഹ് നബീനെ നിഷേധിച്ചാൽ തന്നെ അള്ളാഹ് അയച്ച പിന്നെ ഏത് നബീനെ സ്വീകരിക്കാനുമാണെന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? ഒരു നബിയെ നിഷേധിച്ചാൽ തന്നെ 1.25 ലക്ഷത്തോളം അമ്പിയ മുർസലീങ്ങളെ നിഷേധിച്ച് കുഫ്റില, ഓൺ ടോട്ടൽ ഇസ്ലാം എന്ന ഔട്ടാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സലഫുകൾ പറയുന്നത് എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിനെ ഒരുത്തൻ നിഷേധിച്ചു. ഫോർ എക്സാമ്പിൾ, നരയാണിയുടേതായ തുണി പോകുന്ന ഹദീസ് നിഷേധിച്ച് അതിനെ ലാഘവത്തോട് കണ്ടാൽ ഓ മുഹമ്മദ് നബിയെ വിശ്വസിക്കാത്തവനാണ്, ഓ കാഫറാണ്. ഓ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് രക്ഷിച്ചിട്ട് കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, ഓനിന് എന്തുണ്ടായിട്ടും കാര്യമില്ല. സ്ഥിരപ്പെട്ട ഒരു ഹദീസ് ഒരുത്തൻ നിഷേധിച്ചാൽ മുഹമ്മദുർ റസൂലുള്ളാഹി നിഷേധിച്ചു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ശരി, ഗൗരവമുള്ള കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യം. നബി സല്ലല്ലാഹു ഒരു പ്രവാചകനെ തന്നെ ധിക്കരിച്ചാൽ സകല പ്രവാചകന്മാരെയും നിഷേധിച്ചു എന്നാണ് അള്ളാഹ് പറഞ്ഞ്, ഞാനല്ല. വകസ്സബത് ഖൗമു നൂഹിൽ മുർസലീൻ, നൂഹ് നബിയുടെ ജനത സകല പ്രവാചകന്മാരെയും നിഷേധിച്ചു. ഇല്ല, ഉണ്ടായിട്ടുണ്ടോ? ഇല്ലയാണ്. ഒരു ഖത്തീബിന്റെ മോദക്കുറ്റിക്ക് അടിച്ചപ്പോ അള്ളാഹ് പറയാണ് സകല ഖത്തീബിനെ അടിച്ചതിന് തുല്യാണ്. അതിന്റെ അത്ര ഗൗരവണതിന്റെ ഒരു നബീനെ നിഷേധിച്ചാൽ മതി. കാരണം ഈ നബീനെ നിഷേധിച്ചോന് മറ്റേ നബീനെ സ്വീകരിക്കാൻ എന്താ മാനദണ്ഡോ? എന്താ? ബുഖാരിയിലെ ഒരു ഹദീസ് നിഷേധിച്ച ബാക്കിയുള്ളത് സ്വീകരിക്കുന്ന മാനദണ്ഡോ? സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് നിഷേധിച്ചാൽ ബാക്കിയുള്ളത് സ്വീകരിക്കുന്ന മാനദണ്ഡം. അള്ളാഹുവിന്റെ റസൂലിന് സീർ ബാധിച്ചു എന്ന് പറയുന്ന ലാലിമാണ്. അപ്പൊ ബുഖാരി ഇമാം ആരാണ്? പോയിന്റ് മനസ്സിലായോ? നബിക്ക് സീർ ബാധിച്ചു എന്ന് പറയുന്ന ലാലിമാണെന്ന് ഖുർആനിലെ വചനം ഉദ്ധരിക്കുക. എന്നിട്ട് ആ ഖുർആൻ തിരിയാത്ത ഇമാം ബുഖാരി നബിക്ക് സീർ ബാധിച്ചിട്ടുണ്ട് എന്ന് ബുഖാരിയിൽ രേഖപ്പെടുത്തുക. അപ്പൊ ആരവിടെ ലാലിമ്? കേന്ദ്രമിന്റെ 3-4 വയലറിയുന്നില്ല ഞങ്ങളാ? അല്ല, ബുഖാരി ഇമാം. മനസ്സിലായോ? നബിക്ക് സീർ ബാധിച്ചു എന്നുള്ള ഹദീസ് ബുഖാരിയിൽ അത് ആര് കൊടുത്താ? ഞാൻ കൊടുത്താ? നിങ്ങൾ കൊടുത്താ? കേന്ദ്രമിന്റെ മണ്ഡല പ്രസിഡന്റ് കൊടുത്താ? കേന്ദ്രമിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൊടുത്താ? ബുഖാരി ഇമാമാണ് സീർ നബിക്ക് ബാധിച്ചു എന്ന് പറഞ്ഞ ഹദീസ് ബുഖാരിയിൽ. ഖുർആൻ തിരിയാത്ത ഇമാം ബുഖാരി ഞമ്മക്ക് തിരിഞ്ഞിക്ക് എങ്ങനെയുണ്ട്? പോയിന്റ് മനസ്സിലായിട്ടില്ല. അതായത് ബുഖാരിയിലുള്ള നബിക്ക് സീർ ബാധിച്ചു എന്നുള്ള ഹദീസ് അത് വിശുദ്ധ ഖുർആന്റെ ഈ വചനത്തിനെതിരാണ്. ഏത് വചനത്തിന്? നബിക്ക് സീർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ലാലിമാണെന്ന് പറഞ്ഞ വചനത്തിനെതിരാണ്. അഞ്ജനം എന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിട്ട്. എന്നിട്ട് അത് ബുഖാരി ഇമാമിന് തിരിഞ്ഞില്ല. ബുഖാരി ഇമാമിന്റെ ബുഖാരിയിൽ ഏതെങ്കിലും ഹദീസ് പിന്നെ സ്വീകരിക്കാൻ പറ്റും ഉണ്ടോ? അതുകൊണ്ടാ ഇസ്ലാം എന്ത് പറഞ്ഞത്? ഒരൊറ്റ ഹദീസ് സഹിയായിട്ട് നിശ്ചയിച്ചാൽ പിന്നെ മുഹമ്മദ് നബീനെ നിശ്ചയിച്ചതിന് തുല്യ. വേറൊന്നും എടുത്തൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് മടങ്ങണം. പ്രവാചകന്മാരെ അയച്ചത് അനുധാവനം ചെയ്യാനാണ്, അനുസരിക്കപ്പെടാനാണ്. ആ അമ്പിയാക്കളെ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, സൂറത്തുൽ നിസായിലെ 64-ാമത്തെ വചനം, 4-ാം അധ്യായം 64-ാമത്തെ വചനം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല അള്ളാന്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ. അള്ളാന്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. നിങ്ങൾ ആ ആയത്തിന് ഇങ്ങനെ അർത്ഥം പറഞ്ഞു നോക്കി, ഇത്വാഅത്തിലെ ഇബാദത്തിന് അർത്ഥം പറഞ്ഞു നോക്കി. ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ആ പ്രവാചകൻ ആരാധിക്കപ്പെടാനല്ലാതെ. അങ്ങനൊരു പങ്കത്വം പടച്ചോ പറയോ?
എങ്ങനെ എങ്ങനെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ആ പ്രവാചകൻ അനുസരിക്കപ്പെടാനല്ലാതെ. ആ ഇത്വാഅത്തിന് ഇബാദത്തെന്നൊന്ന് അർത്ഥം പറഞ്ഞു നോക്കി. ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ആ പ്രവാചകനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ എന്നർത്ഥം പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഖുർആനിലെ ഇബാദത്ത് എന്ന് എവിടെ പറഞ്ഞു അവിടെ അള്ളാനെ മാത്രം പറഞ്ഞു. ഇത്വാഅത്ത് എന്ന് എവിടെ ഖുർആൻ പറഞ്ഞു അവിടെ അള്ളാനെ റസൂലിനെയും പറഞ്ഞു, അള്ളാനെ റസൂലിനെയും പറഞ്ഞു, അള്ളാനെ റസൂലിനെയും മാതാപിതാക്കളെയും പറഞ്ഞു, അള്ളാനെ റസൂലിനെയും ഭരണാധികാരികളെയും പറഞ്ഞു, അള്ളാനെ റസൂലിനെയും ഇമാമിനെയും പറഞ്ഞു, അള്ളാനെ റസൂലിനെയും ലീഡർമാരെയും പറഞ്ഞു. ഇബാദത്ത് പറഞ്ഞപ്പോൾ അള്ളാനെ മാത്രം പറഞ്ഞു. അപ്പൊ ഈ പ്രവാചകന്മാരെ അയക്കുന്നത് എന്തിനാണ്? ഈ പ്രവാചകന്മാർ തെറ്റുപറ്റാത്തവരാണ്. മാത്രമല്ല, ഞങ്ങൾക്ക് ഖുർആനിൽ നിരന്തരമായി പറയുന്ന ഒരു വചനം പറഞ്ഞില്ല, മനസ്സ് തട്ടിയിട്ട് എന്താ പറയുക. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. ഈ ബാനറിലൊക്കെ അപ്പൊ പരലോകത്ത് ഒരുമിച്ച് കൂടാന്നായിരിക്കും എല്ലാരെയും വിചാരം. KNM ഒരു ബോർഡ് എഴുതി, അല്ല KNMമാർ അവിടെ, ISM ബോർഡ് എഴുതി കുറെ ആൾക്കാർ സ്വർഗത്തിലാണ്. SIOക്കാരുടെ സ്ഥലം എടക്കര സമ്മേളനത്തിലൊക്കെ കൊടുക്കണം. അപ്പൊ വിചാരപ്പോ എല്ലാരെയും കൂതി ഇവിടെ മുജാഹിദും സുന്നിയായിട്ട് അല്ല ഇങ്ങനെ ഓരോരുത്തരെ വേർതിരിച്ച് അങ്ങനെ നിർത്തി. ഇത് ഇന്ന സ്ഥലത്ത് സോളിഡാരിറ്റിയുടെ ഇന്ന മണ്ഡലക്കാർ ഇവിടെ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ പൂതിയൊന്നും ആരും വിചാരിക്കണ്ട. ആ പൂതിയൊന്നും ആരും ഈ വിഷയത്തിൽ മനസ്സിൽ വെക്കുകയും വേണ്ട. രണ്ട് ടീമിനെ അവിടെ ഒരുമിച്ച് കിട്ടും. ഒന്ന് കുറ്റവാളികളും മറ്റൊന്ന് സത്കൃതരായ ആളുകളും. മനസ്സിലായോ? പിന്നെ നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടും. അത് ഖുർആൻ തെളിയിച്ച ആ നാട്ടിലെ ലീഡർമാരും ആ നാട്ടിലെ അനുയായികളും ഉണ്ടാകുക. അതൊക്കെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും സമൂഹ അടിസ്ഥാനത്തിലും തന്നെ പരലോകത്ത് നിർത്തുക. അതായത് മംഗലാപുരത്തുകാരനെ അമേരിക്കക്കാരന്റെ കൂടെ നിർത്തൂല. ഞാൻ വെറുതെ പറയുന്ന തെലുങ്ക് പിന്നെ ഉദ്ധരിക്കും, ഇപ്പൊ വേണ്ട. അപ്പൊ അത് അങ്ങനെ തന്നെ ഉണ്ടാകുക. പക്ഷെ നേരത്തെ പറഞ്ഞ മേലറൊന്നും ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് അവനാന്റെ നെഫ്സിനെ രക്ഷപ്പെടുത്താൻ നോക്കിക്കൂടി. ഇത് ഞാൻ തീർത്തു പറയും, അവനാന്റെ നെഫ്സിനെ രക്ഷപ്പെടുത്താൻ നോക്കിക്കൂടി. അതിനാണ് ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ ഈ വാചകം രണ്ട് കോലത്തിൽ സൂറത്ത് അഹ്കാഫിലെ അവസാനത്തെ ആയത്തിന്റെ തൊട്ട് ബാക്കിലുള്ള വചനം. സൂറത്ത് അഹ്കാഫ് 46-ാം അധ്യായത്തിന്റെ അവസാനത്തിന്റെ തൊട്ടുപുറത്തുള്ള. രണ്ടാമത്തേത് സൂറത്ത് അംബിയ 21-ാം അധ്യായം 73-ാമത്തെ വചനത്തിൽ നമ്മുടെ കൽപ്പന പ്രകാരം നാം തെരഞ്ഞെടുത്തയച്ച പ്രവാചകന്മാർ, നിങ്ങൾ അവരെ പിൻപറ്റൂ. കാരണം എന്താണ്? എന്തൊക്കെയാണ് പുണ്യകരമായ കാര്യമെന്ന് നാം അവർക്ക് വഹി നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ഒരു ഘട്ടം വരുമ്പോൾ ജീവിതത്തിൽ പലതും ചെയ്യുന്ന ആളുകളുണ്ട്. ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്ന ആളുകളുണ്ട്, ക്ഷേത്രത്തിൽ പോയി നേർച്ച നേരുന്ന ആളുകളുണ്ട്, ദർഗയിലെത്തുന്ന ആളുകളുണ്ട്. നിഷേധിക്കാൻ കഴിയും അല്ലേ? ഇങ്ങനെ ഒരു ഘട്ടം ചരിത്രത്തിൽ യൂസുഫ് നബിക്ക് ഉണ്ടായില്ലേ? നമ്മൾ ശരിക്കും അമ്പിയാക്കളുടെ പാത നമ്മളോട് പിന്തുടരണമെന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് പരിശോധിക്കുന്നത്. ഇത് നിങ്ങളും സ്വീകരിക്കുക, നിങ്ങൾ ഇതര സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട വളരെ പ്രബലമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ശിർക്ക് വരുന്നതിനെ ജാഗ്രതയോടുകൂടെ കാണേണ്ടവരാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവമായി ഓർക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ജസീറ എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നടയിൽ ബഷീർ ജസീറ എന്ന മകൾക്ക് വേണ്ടി തുലാഭാരം നടത്തുന്നു. 2005 നവംബർ 25-ാം തീയതിയുടെ മാതൃഭൂമിയിലെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്.
2005 നവംബർ 25 പത്ര റിപ്പോർട്ട്, മാതൃഭൂമിയിലെ റിപ്പോർട്ട് പറയുന്നത്, വടക്കാഞ്ചേരിയിലെ അഹമ്മദ് ഹാജി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ തുലാഭാരം നടത്തുന്നു. കുട്ടികളില്ലാത്ത ദുഃഖം. ഇത്തരം ഘട്ടങ്ങളിൽ ഇസ്ലാം എന്തു പറയുന്നു, ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു, ആരിലേക്ക് അഭയമാണ് ഇസ്ലാമിന്റെ, ആരിലേക്കാണ് അഭയം? അത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഏത് രംഗത്തും എന്തും, ജീവിതത്തിന്റെ എന്തും. ഒരാള് ജീവിതത്തിൽ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ജീവിച്ചു പോകുമ്പോൾ അവനെ ഒരു ക്രൈസിസ് നേരിടുന്നു. ആ ക്രൈസിസ് എന്താണ്? ഞാൻ ഇവിടെ ഒരു ആദർശ പോരാട്ടം നടക്കുകയാണ്. ആ ആദർശ പോരാട്ടം നടക്കുമ്പോൾ ഞാൻ എവിടെ നിൽക്കണം? ഞാൻ എവിടെ നിന്നാലാണ് എനിക്ക് സ്വർഗം കിട്ടുക? ഞാൻ എവിടെ നിന്നാലാണ് എനിക്ക് ദുനിയാവിലെ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുക? ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളത് ശരിക്കും തൗഹീദുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയുക. എന്താ വിഷയം? ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കുക. വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം നിങ്ങൾ ഉണ്ടാക്കുക, പഠിക്കുക, ശരിക്കും അങ്ങോട്ട് പഠിച്ചിട്ട് ഇറങ്ങിപ്പോവുക. എന്താന്ന് വെച്ചാല് ഒരാൾ, ഞാൻ വിചാരിക്കണത് ഞാൻ ഇയാളെ കൂടെ കൂടിയാലേ എന്റെ ദുനിയാവ് സമ്പന്നമാണ്, ഞാൻ ഇയാളെ കൂടെ കൂടിയാലേ എന്റെ ഭാവി ബാസുരമാണ്, എന്റെ ഉപജീവനം എന്താവും? ഞാൻ സർക്കാർ ജോലിയില്ല, ബിസിനസ് ഇല്ല, വേറൊന്നില്ല, ഇതെല്ലാം ഉള്ളത് ഇയാൾക്കാണ്, അല്ലെ ഇയാളെ കൂടെയാണ്. ഞാൻ അയാളെ കൂടെ നിന്നാലേ എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂ എന്ന് വിചാരിക്കുന്നതിനോടുകൂടി തന്നെ തൗഹീദിന് ഭംഗമാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഖുർആൻ ആയത്തോതി നിങ്ങളെ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകത്തിലെ റുബൂബിയ്യത്ത് എന്ന് പറയുന്ന ഭാഗം വായിക്കും. റുബൂബിയ്യത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം റിസ്ക് നൽകുന്നവൻ അള്ളയാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ റിസ്ക്കും അള്ളയാണ് കണക്കാക്കുന്നത്. അതിൽ ഒരു മഖ്ലൂക്കിനും പങ്കില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് റുബൂബിയ്യത്തിലെ ഏകത്വം പൂർത്തിയാകുക. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ ഞാൻ വിചാരിക്കണത്, ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്തോളം ഈ സ്കൂൾ ആരാ നടത്തുന്നത്? ഇന്നെന്ന ആളുകളാണ്. ഓലെ തൃപ്തിപ്പെടുത്തിയാലേ എനിക്ക് ഈ സ്കൂൾ നിലനിർത്താൻ കഴിയുന്ന ഒരാൾ വിശ്വസിച്ചാൽ ഓന്റെ തൗഹീദിന് കുഴപ്പം വരും. എന്നെയാണ് തൗഹീദ് പഠിച്ചാൽ മനസ്സിലാകുക. മനസ്സിലായില്ല? ഞാൻ ഇന്ന് സ്കൂളിലെ അധ്യാപകനാണ്. ആ സ്കൂളിന്റെ മാനേജ്മെന്റിൽ ഇന്നെന്ന ആളുകളാണ്. അവരിപ്പോ എവിടെയാ നിൽക്കുന്നത്? ഞാൻ അവിടെ എത്തുക. അതുകൊണ്ട് ഒറ്റ അട്ടിമറിയല്. അങ്ങനെ പറഞ്ഞ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട് എന്റെ 12 കൊല്ലത്തിന്റെ അടുത്ത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. പരലോകം അവർക്കൊരു പ്രധാന വിഷയമല്ല, അവർക്ക് അവരുടെ ഇഹലോകാണ് വിഷയം. അതുകൊണ്ട് ഇഹലോകത്ത് സ്റ്റെപ്പ് ഉറപ്പിക്കാൻ വേണ്ടി ഈ കർണം മറിച്ചിൽ പോലും തൗഹീദുള്ളവരുണ്ടാവില്ല എന്നാണ്. അതിനൊരു ഖുർആനെ വചനം പറഞ്ഞില്ല കേട്ടോ. 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 6-ാമത്തെ വചനം നെഞ്ചകത്ത് കൊത്തിവെച്ചിട്ട് ഇന്ന് രാത്രി മനക്കടയിക്കളാം. ഈ പ്രസംഗം കേട്ടിട്ട് വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ആയിട്ട് പഠിച്ചോളാം. അതെന്താ? وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ഒരു മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല, ഒരു ജന്തുവിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ഓന് ഉപജീവൻ അല്ലാഹു കണക്കാക്കിയിട്ടല്ലാതെ. ഓന്റെ ജീവിതത്തിൽ ആവശ്യമായ ഉപജീവൻ അല്ലാഹു ഇവിടെ കണക്കാക്കിയിട്ടേ ഓൻ അല്ലാഹു പഠിച്ചിട്ടുള്ളൂ. അതിനൊരു കാര്യം കൂടി മനസ്സിലാക്കണം. മാർക്കൂഷൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഉണ്ടല്ലോ, അയാൾ പഠിച്ചു വെച്ചോളി. ലോകത്ത് ജനപ്പെരുപ്പം വലിയ കുഴപ്പമാവുന്നു. ജനപ്പെരുപ്പൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അല്ലാഹു സൃഷ്ടിക്കാൻ തീരുമാനിച്ച മുഴുവൻ ജീവവർഗത്തിനും ഉപജീവൻ അല്ലാഹു ഏർപ്പാട് ചെയ്തതിനു ശേഷം അവരല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയാണ്, നിന്റെ ഉപജീവന മാർഗവും നിന്റെ താവളവും അത് അല്ലാഹു മുമ്പേ തീരുമാനിച്ചതാ. അത് തീരുമാനിച്ചു വെച്ചിട്ടാ നിന്നെ അല്ലാഹു സൃഷ്ടിച്ച്. അങ്ങനെ റബ്ബിന് തവക്കുൽ ചെയ്യുമ്പോൾ മാത്രമേ എന്റെ റിസ്ക് കണക്കാക്കുന്നത്, എന്റെ ഭാവി കണക്കാക്കുന്നതും പടച്ചോനാണ്. ഞാൻ ഇവരെ കൂടെ കൂടിയാൽ എന്റെ ഭാവി സുരക്ഷിതാവുന്നുള്ളതിന് എന്താ ഉറപ്പ്? നീ ആരെ വിശ്വസിച്ചാണോ അയാളെ ആക്സിഡന്റിൽ മരിച്ചാലോ? ആരെ രക്ഷിക്കാൻ? ഈമാൻ ചോർന്നു വേണ്ട. ഓലൊക്കെ നീ ഇട്ട ആയുസ് ഏത്? നിനക്കല്ല 60 വയസ്സ് വരെ ആയുസ് ഇട്ടിട്ട് ഓനെ 70 വയസ്സിട്ടെങ്കിലല്ലേ ഓന്റെ തണലിൽ ജീവിക്കും. ഓനെടുന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എല്ലാരും ആലോചിച്ചോളൂ. പ്രത്യേകിച്ച് മുജാഹിദുകളുടെ തൗഹീദിന് ഭംഗം വരുന്നോ ശരിക്കും ശ്രദ്ധിച്ചോളേ. ദുനിയാവ് മോഹിച്ചിട്ടാണ് ഓരോ ആദർശം തിരഞ്ഞെടുക്കുന്നതെങ്കിലേ തൗഹീദിനാ ഭംഗം വരുന്നതെന്ന് മനസ്സിലായിക്കോളേ. ഞാൻ എന്താ നമ്മളെ പ്രഖ്യാപനം? അത് മനസ്സിലായില്ല. ഇന്ന് മഗ്‌രിബിനും ഇശായിനും പ്രഖ്യാപിച്ചല്ലോ നിസ്കാരം കഴിഞ്ഞിട്ടൊരു വാചകം. എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനാത്. എന്നതിനർത്ഥം അല്ലാ, നീ തടഞ്ഞത് നൽകാൻ ലോകത്തൊരാൾക്ക് കഴിയൂല, നീ നൽകിയത് തടയാൻ ലോകത്തൊരാൾക്ക് കഴിയില്ല.
ഞാൻ സ്കൂളിലെ ടീച്ചറായിട്ട് മൂപ്പരെ തൃപ്തിപ്പെടുത്തിയാലേ 25 കൊല്ലം എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നിയാ അറിഞ്ഞോ, നീ ഇശാഇന് പ്രഖ്യാപിച്ചതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലായിട്ടില്ല. ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. മനസ്സിലാക്കി കളിച്ചോളി. നരകവും സുഖവും വയലറിഞ്ഞ് ചിക്കിളി ഉണ്ടാക്കാനുള്ള മാർഗമല്ല. മനസ്സിലായോ? ഇന്ന് സ്കൂളിന്റെ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കാനല്ല അള്ളാഹ് നമ്മളത് ചോദിച്ചത്. അതിനാട്ടോ അള്ളാഹ് അയച്ചത്. അത് മറന്നിട്ട് ബാക്കിയുള്ളതൊന്നും നോക്കണ്ട. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വളരെ പ്രധാനമാണ്. ദുനിയാവേ ശാശ്വതല്ല, ദുനിയാവ് ശാശ്വതല്ല, ആഖിറ ശാശ്വതം. അതിന് വേണ്ടിയിട്ടാ ജീവിക്കണ്ടേ. ഇനി കേട്ടോ, ഇനി വിഷയം കേട്ടോ, ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാണ്. എന്റെ റബ്ബ് തടഞ്ഞാലേ എനിക്ക് നേരെ ആർക്ക് നിന്നും കിടക്കാൻ കഴിയും. എന്റെ റബ്ബ് എനിക്ക് എന്താ വിധിച്ചത്, ഇനി വിധിയെ കുറിച്ച് പറഞ്ഞെടുത്തുകൊണ്ട് ഒരു പൊരുള് റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ ബാധിച്ചതെന്തും നിന്നെ ബാധിക്കേണ്ടതാണെന്നും. അടിവരട്ട വാചകം ഒന്ന് മനപ്പാടായിക്കളാം. നിന്നെ ബാധിച്ചതെന്തും നിന്നെ ബാധിക്കേണ്ടതാണെന്നും, നിന്നെ വിട്ടൊഴിഞ്ഞ് പോയതെന്തും നിന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണെന്നും നീ വിശ്വസിക്കാത്ത കാലത്തോളം നീ ആരാവൂല, നീ മുഅ്മിനാവൂല. യൂട്ടേൺ എടുത്തിങ്ങോട്ട് തിരിഞ്ഞപ്പോ ഷും തന്നെ വന്നേരാ രക്ഷപ്പെട്ടു. ക്ലാസ് ആ രക്ഷപ്പെടൽ എന്താ പറയാ, അതിന്റെ ഭാഗ്യം കൊണ്ടിട്ടോ അല്ലടോ, അള്ള തീരുമാനിച്ചാണ്. അപ്പൊ അവിടെ നീ എന്താ മനസ്സിലാക്കണ്ടേ? ഇനി ആക്സിഡന്റ് ഉണ്ടായി, മകനോട് മരിച്ചു, അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയാനാ റസൂൽ പറഞ്ഞേ. മകൻ ആക്സിഡന്റിൽ മരിച്ചു എന്ന് കേട്ടാ അൽഹംദുലില്ലാ, തർക്കമില്ല ചെങ്ങായി എന്താ പറയുന്നേ. അങ്ങനെ പറഞ്ഞ ബൈത്തുൽ ഹംദ് ഉണ്ട് എന്നാണ്. ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട്, അത് ആ ബാപ്പാക്ക് മാത്രമേ ഉള്ളൂ. മകന്റെ മരണ വാർത്ത കേട്ടിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ബാപ്പാക്ക് ബൈത്തുൽ ഹംദ് ഉണ്ട് എന്ന് കള്ളം പറയാത്ത ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹബിഹി വസല്ലം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട്. എത്രത്തോളം അറിയുന്നത്, എത്രത്തോളം. നമ്മളെ വീട്ടിലൊരു കള്ളനെ പിടിച്ചാ പറയാം, നായി കരഞ്ഞോണ്ടാണ്, നായി കൊരച്ചോണ്ടാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതുവരെ നിന്റെ തൗഹീദിന് ഭംഗം വരുത്തുന്ന മനസ്സിലായിക്കൊള്ളി. ഒരു തത്ത ശബ്ദിച്ചു കള്ളം വന്നപ്പോ, പിടിച്ചപ്പോ നമ്മൾ തത്തന്റെ അടുത്ത് നീ ശബ്ദിച്ചോണ്ടാടാ നീ കിട്ടിയെന്ന് പറഞ്ഞാൽ വരെ നിന്റെ തൗഹീദിന് കോട്ടം പറ്റി. മനസ്സിലായോ? അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ആദർശത്തിന്റെ വക്താക്കളാണ് നമ്മള്. അവിടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മഹാനായ യാക്കൂബ് നബിയെ നോക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ മിസ്സായി. സ്വന്തം മക്കള്, സഹോദരങ്ങള് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും അറിയാം. ഖുർആൻ പറയുന്നു പൊട്ടക്കിണറിൽ കൊണ്ടുപോയിട്ടു. ബാപ്പാക്കറിയില്ല. ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി പിൻകൊണ്ടിട്ടോ. എന്നിട്ട് റൂമിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഇന്നും മൗലൂദും പിന്നെ മമ്പറും തങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോണ ആളുകളെ, അവര് ശരിക്കും ആലോചിച്ചോളൂ, ശരിക്ക് ചിന്തിച്ചോളൂ, പഠിച്ചോളൂ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അദ്ദേഹം മക്കളോട് പറയാണ്. എന്താ മക്കളോട് പറയണെന്നറിയോ? കാല ബൽ സവ്വലത് ലക്കും അൻഫുസകും അംറ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. വല്ലാത്തൊരു വാക്കല്ലേ അത്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 18-ാമത്തെ വചനം. ഞാൻ ആ വചനം ഉദ്ധരിച്ചിട്ട് എല്ലാരോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാരും മനസ്സിലൊന്നിന് ക്ലിക്ക് ചെയ്തല്ലേ. എല്ലാരും ഓരോരുത്തരും, ആണും പെണ്ണും ഒക്കെ. എന്താ ഇതിനർത്ഥം? കാല ബൽ സവ്വലത് ലക്കും അൻഫുസകും അംറ. മക്കളെ, ഒരു കാര്യം നിങ്ങൾക്ക് ഭംഗിയായിട്ട് നിങ്ങളെ മനസ്സിൽ തോന്നിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്റെ യൂസുഫ് എവിടെ? ഇതിൽ ഏറ്റവും പ്രധാനം എന്നറിയോ? ഒരു മകൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ദുഃഖം ഉണ്ടാകുക. ഇത് മകൻ ജീവിച്ചിരിപ്പുണ്ടോ? ഭക്ഷണം കിട്ടുന്നുണ്ടോ? ചെന്നായ പിടിച്ചോ? എവിടെയാണ്? ആരെ കൈകളിലാണ്? ജീവിച്ചിരിപ്പുണ്ടോ? കൊല്ലപ്പെട്ടുവോ? പീഡനം അനുഭവിക്കുന്നുണ്ടോ? എന്റെ കുട്ടി വറുക്കുന്നുണ്ടോ? ഒന്നും അറിയാത്തൊരവസ്ഥ ഒരു ബാപ്പാക്ക്. ഈ ഒരു ദുഃഖാവസ്ഥയിൽ ദർഗ പോയതാ? മഹാന്മാരെ വിളിച്ചു ദ്വേരുന്നതാ? അല്ല. അതാണ് ഖുർആൻ അനുസരിക്കണം എന്ന് പറയുന്ന. അതാണ് വിശുദ്ധ ഖുർആനിൽ എന്താ പറയുക? ഇത്തരം ഒരു ഘട്ടം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ യാക്കൂബ് നബിയെ പിന്തുടരൂ. അതാണ് വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഅഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. നമ്മുടെ കൽപ്പന പ്രകാരം നാം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരൂ, പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുടരൂ എന്ന് പറയുന്നതിന്റെ പൊരുൾ അതാണ്. അവിടെയാണ് ഇങ്ങനൊരു മകനെ മിസ്സായാൽ നിങ്ങൾ യാക്കൂബ് നബിയെ പോലെയാകണം. നിങ്ങൾ യാക്കൂബ് നബിയെ പോലെയാകണം. യാക്കൂബ് നബി എന്താ പറഞ്ഞത്?
ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. വല്ലാഹു മുസ്തഅനു അലാ മാ തസിഫൂൻ, ഞാൻ എന്റെ മനസ്സിന്റെ സകല വേദനകളും ഞാൻ അല്ലാഹ് നിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നു. എങ്ങനെ ഞാൻ മമ്മർ നിങ്ങളോട് പറയുന്നല്ല, ഉള്ളാളെ നിങ്ങളോട് പറയുന്നതല്ല. അല്ല, ഞാൻ എന്റെ മുഴുവൻ വ്യതകളും എന്റെ റബ്ബേ ഞാൻ നിന്റെ മുമ്പിൽ ഇറക്കി വെക്കണു. ഒരു മഖ്ലൂക്കിന് മുമ്പിൽ എനിക്ക് എന്റെ വിഷമന്റെ മോന്റെ കാര്യത്തിൽ പറയാനില്ല, നിന്നോടല്ലാതെ. ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തഅനു അലാ മാ തസിഫൂൻ. ഈ ഞാൻ എന്റെ വ്യതകൾ ഇറക്കി വെക്കുന്നു എന്നുള്ളത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള കാര്യമാണ്. അല്ലേ? നമ്മളിപ്പോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു കുട്ടി മിസ്സായി, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യല് പ്രാർത്ഥനയാ? പോയിന്റാണ്, ശരിക്കും ശ്രദ്ധിക്കണേ. അയൽവാസി മാധവാ ഒന്നിങ്ങടുവാ, എന്റെ മോനെ കാണാതെ 5 മണിക്കൂറായിടെ, എവിടെയാ പോയെന്നറിയില്ല, എന്താണെന്നറിയില്ല, ഒരു എത്തും പിടിയില്ല, ഇവിടെ കരയണം ഇവിടെ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, അത് പ്രാർത്ഥന ആണോ? എന്നാൽ അതോടൊപ്പം മാധവനെ വിളിക്കുന്നത് എന്റെ റബ്ബേ എന്റെ കുട്ടി എവിടെ, അത് പ്രാർത്ഥനയാ? അല്ലേ? അത് പ്രാർത്ഥനയല്ലേ? അല്ലേ? എന്താ ഇതമ്മിലുള്ള വ്യത്യാസം? മുജാഹിദൊക്കെ ഒന്നും തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പഠിപ്പിക്കാണ്. പ്രാർത്ഥനയും അറിയില്ല, ശിർക്കും അറിയില്ല. എന്താ ശിർക്ക്? നമ്മൾ പഠിച്ചിട്ടില്ല. ശിർക്ക് അത് മനപ്പാറുണ്ട്. എന്താ ശിർക്ക്? ഒരു കുട്ടി മിസ്സായി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയില്ല, അതിനാണ് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലെ കാര്യം എന്നറിയുന്നത്. ഒരു സൃഷ്ടിയുടെ കഴിവിന്റെ ഉള്ളിലുള്ള കാര്യം, അതിനാ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള അറിയാം. മറ്റേത് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്കതീതവുമായ കാര്യം, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോടല്ലാതെ ലോകത്തൊരു മഖ്ലൂക്കിനോട് നടത്താൻ പാടില്ല, ഒരു മഖ്ലൂക്കിനോടും. ഇതാണ് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചേ. മനസ്സിലാവണല്ലോ? അതുകൊണ്ട് തന്നെ യൂസുഫിന്റെ കാര്യത്തിൽ എവിടെയോ ആണ് യൂസുഫ്, പക്ഷെ അള്ളാഹിനോടാണ് മഹാനായ യാക്കൂബ് നബി പറയുന്നത്. അത് പടച്ചോനോടാണ് പറയേണ്ടത്. മനസ്സിലായോ? അത് റബ്ബിനോടാണ് പറയേണ്ടത്. അത് പ്രാർത്ഥനയാണ്. അതാണ് ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തഅനു അലാ മാ തസിഫൂൻ. മനസ്സിലായി? അതാണ് അള്ളാഹിനോട് പറയുന്നത്. അതൊരു മഖ്ലൂക്കിനോടും പറയാൻ പാടില്ല, ഒരു മഖ്ലൂക്കിനോടും ആ കാര്യം പറയാൻ പാടില്ല. കാരണം അവിടെ പ്രാർത്ഥനയുണ്ട്. അഭൗതികമായ മാർഗത്തിലെ രക്ഷയും ശിക്ഷയും അവിടെ പ്രതീക്ഷിക്കുന്നു. അതാണ് ദുആ, അതാണ് പ്രാർത്ഥന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോ ഒരു കുട്ടി മിസ്സായ സമയത്ത് ഏർവാടി പോവല്ല, അല്ലെ അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരുടെ ദർഗയിൽ പോവല്ല, മറിച്ച് അള്ളാഹിനോട് പറയാം. അതാ തൗഹീദ്. അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് എന്റെ കുട്ടി എവിടെയാന്ന് പറയാൻ കഴിയും. അള്ളാഹിന്റെ സൃഷ്ടിക്ക് എന്റെ കുട്ടി ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അയാളത് കാണുന്നുണ്ട്, അയാളത് അറിയുന്നുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ഈ മഖ്ലൂക്ക് അറിയുന്നുണ്ട് എന്നൊരാൾ വിശ്വസിക്കുന്നതിനോടുകൂടി ശിർക്ക് വന്നു. അതെല്ലാരും മനസ്സിലാക്കണം. അതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഇബാദത്താണ്. അത് അല്ലാത്തൊരു മഖ്ലൂക്കിനോട് സമർപ്പിക്കരുത് എന്ന് ഖുർആൻ പറയാൻ കാരണം നിങ്ങൾ പരിശോധിച്ചോ. ഏത് പ്രവാചകനാണ് പ്രാർത്ഥന അല്ലാത്ത മഖ്ലൂക്കിലേക്ക് തിരിച്ചുവിട്ടത്? ഒരു പ്രവാചകനും ഇല്ല. ഇത് ഗൗരവമായി സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ റമദാനിലെ ഇടിയങ്ങര ഷെയ്ഖിന്റെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഷാദുലി മസ്ജിദ് ഉണ്ട്, കോഴിക്കോട്ടേക്ക് അറിയാം ഷാദുലി മസ്ജിദ്. അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാൻ ആ ദർഗയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ദർഗയിൽ ഇങ്ങനെ തുറ്റി കിടക്കുകയാണ് മനുഷ്യന്മാര്. അങ്ങനെ ടവലൊക്കെ ഇട്ടിട്ട് വിനീതമായി പൊട്ടിക്കരയാണ്. ആരെ മുമ്പില്? ആ ഇടിയങ്ങര ഷെയ്ഖിന്റെ മുമ്പില്. പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കി ഒരു ഈച്ച പോലും ഇല്ല. 27 രാവിലെ എഴുത്തിക്കാപ്പ് ഇരുന്ന് പടച്ചോനോട് നേർന്നും ഖുർആൻ ഓതി കഴിയേണ്ട കൗമിനെ ഒരൊറ്റ മനുഷ്യനെ അസപ്പിലില്ല. ആ പള്ളിയിൽ മുഴുവനും ദർഗന്റെ ചുറ്റിലിങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയേണ്ട നാമച്ചി മുട്ടട്ട പോലെ അങ്ങനെ കൂടി കരയാണ്. ജീവിതത്തിൽ പടച്ചോന്റെ മുമ്പിൽ കരയാത്ത ഈ കൗമ് ദർഗന്റെ മുമ്പിലാണ് കരച്ചില്. എല്ലാരും മനസ്സിലായിക്കോളെ. ദർഗന്റെ മുമ്പിൽ നിങ്ങൾക്കറിയാലോ കാബ. ആ കാബത്തിൽ നമ്മൾ എങ്ങനെയും തുവാഫ് ചെയ്യും. നമ്മുടെ ചന്തി കാബക്ക് അനുകൂലമാകുന്നതിൽ ഒരു ടെൻഷനും വെക്കില്ല. എന്നാ ഏർവാടിയിൽ അങ്ങനല്ല, അജ്മീറിൽ അങ്ങനല്ല. അജ്മീറിലെ ആ ദർഗയിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ തന്നെ എത്ര ഹൈറ്റേ ഉള്ളൂ, ഇത്ര ഹൈറ്റ്. അപ്പൊ ആരിത് എന്തിനാ ഇത്ര ഹൈറ്റ് ആക്കിയത്? വലിയവർക്ക് കിടക്കണ്ടേ? ഏത് വലിയവരും ഷെയ്ഖിന്റെ മുമ്പ് ചെറിയവനാ. ഓൻ അങ്ങനെ തല ഉയർത്തി ഇറക്കണ്ട, ഒന്ന് കുനിയട്ടെ. ആലോചിക്കണം, വെറുതെ പറയല്ല.
ആ ദർഗയുടെ വാതിലുണ്ടാക്കിയതിനാണ്. ഓന്റെ തല ഉയർന്നിക്കാൻ പാടില്ല. ഈ ഷെയ്ഖിനേക്കാൾ ഷെയ്ഖിന്റെ മുമ്പിൽ ഓൻ തല കുടിക്കണം. ആ ഷെയ്ഖിനെ ഇബാദത്ത് ചെയ്തതിന്റെ ഉള്ളിൽ കയറണോ. മാത്രമല്ല ആ ദർഗയിൽ പോയാലേ അങ്ങോട്ട് ഇങ്ങനെ പോവും, തിരിച്ചിങ്ങോട്ട് പോരല്ല ഇങ്ങനെയാ, റിവേഴ്സ് ഗിയറില് ഉയ്യാനിന്റെ മാതിരി റിവേഴ്സ് ഗിയറില്ല. എന്താ ഓന്റെ ശന്തി ഷെയ്ഖിന്റെ തൊള്ളയിലായിരുന്നു. അയ്യടാ, ഈ കൗമിനൊന്ന് ആലോചിച്ചു നോക്കി, ഇതൊരു മനുഷ്യന്റെ കൂട്ടായ്മയാണല്ലോ ഇത്. എന്നല്ല പറഞ്ഞ ഇതാ, ഓനൊക്കെ പോത്തിന്റെ ഗണത്തിൽപ്പെടുത്തണം. അല്ല അതിനേക്കാൾ കുറച്ചുകൂടി ഇത് മന്ദബുദ്ധിന്റെ താഴെ 2 വര ഇട്ടിട്ട് അതിന്റെ ചൂട്ടില്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പരിശുദ്ധ കാബ, അള്ളാന്റെ കാബാലയം എങ്ങനെയും ചുറ്റാ, അതിനൊരു ചമ്പി പ്രശ്നമൊന്നുമില്ല. ഇത് ഇന്ത്യയിൽ നടക്കണതാണ്. ഇത് വെറുതെ പറയണല്ലേ. നിങ്ങൾ അവിടെ പോയി നോക്ക്, നിങ്ങൾ നോക്ക്. ആളുകളുടെ ഒരു അവസ്ഥാവിശേഷത, മനുഷ്യ സമൂഹത്തിന്റെ ഒരു അവസ്ഥാവിശേഷം ഇതാണ്. മോനെ, നാളെ നരകത്തിന്റെ അഗ്നിജ്വാലങ്ങളിൽ, നരകത്തിന്റെ അഗ്നിഗോളങ്ങളിൽ ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹും ജിമാനത്തുൻ സുഫർ കല്ലാ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും മൻ റബ്ബിഹി യൗമഇദിൻ ലമഹ്ജൂബൂൻ കല്ലാ ഇന്നഹാ ലല്ലാ നസാഅതൻ ലിശവാ ഫഅൻദർതുകും നാറൻ തലല്ലാ. കത്തിജ്വലിക്കുന്ന നരകാഗ്നി, ഒട്ടക സമാനമായ തീപ്പൊരികളുള്ള നരകാഗ്നി, കൊട്ടാര സമാനമായ തീപ്പൊരികളുള്ള നരകാഗ്നി, തലയോട്ടി അസ്ഥികപാലമെന്ന് അതിശക്തമായ ഉറപ്പുള്ള തലയോട്ടിയെ ഉരിച്ച് ചാമ്പലാക്കി കളയുന്ന ആ നരകാഗ്നി നിന്റെ തൊലികൾ ഉരിച്ച് കരിച്ചു കളഞ്ഞ് എന്ന് സൂറത്ത് നിസായിൽ 56 പറഞ്ഞ് ആ തൊലികൾ മാറി മാറി നൽകപ്പെടുന്ന നരകം, കല്ലും മനുഷ്യരും കത്തിക്കപ്പെടുന്ന ആളിക്കത്തുന്ന നരകാഗ്നിയിൽ മനുഷ്യർ ചെന്ന് പതിക്കുകയെ ശിർക്ക് ചെയ്താൽ ഒരു രക്ഷയുണ്ടാവൂല. ഇത് മനുഷ്യരോട് വിളിച്ചു പറയാൻ, അതിനെ നമ്മള് പടച്ചതമ്പുരാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതാണ് നമ്മൾ ഇതുവരെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം. അതിനുവേണ്ടിയാ നമ്മൾ രൂപീകരിക്കപ്പെട്ടത്. മനസ്സിലായോ? ആ പടച്ചവനോടുള്ള ദുആ. നിങ്ങൾ നോക്കേ, ഈ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോ ഒരു ലഹരിയും. 19-ാം അധ്യായം സൂറത്ത് മറിയം എന്ന് വായിച്ചേ. ആ സൂറത്ത് മറിയം മനസ്സിരുത്തി ഏത് മനുഷ്യനും, ഏത് മുസ്ലിമായി ജനിച്ചവനും ഖുർആൻ വായിക്കാൻ അറിയുന്നവനും قال رب إني وهن العظم مني واستعل الرأس شيبا ولم أكن بدعائك رب شقيا. വല്ലാത്ത വാക്കുകളാണ് സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഈ ഗ്രന്ഥത്താളുകളിൽ നിങ്ങൾ ഓർക്കുക. വാർദ്ധക്യ സഹജമായി, അല്ലാഹുവേ എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, എന്റെ തലമുടി നരബാധിച്ചു കത്തിയിരിക്കുന്നു. അല്ലാ, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, ഇനി ഒരിക്കലും അവൾ പ്രസവിക്കുകയില്ല. പക്ഷേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ അശക്തനല്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഖുർആനിക അധ്യായം മനസ്സിരുത്തി ഇതൊക്കെ മുജാഹിദുകളാ പറയാ. ഇതൊന്നും വേറെ പ്രസ്ഥാനങ്ങളൊന്നും ടച്ച് ചെയ്യാറില്ല. ഓൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ജനങ്ങളോട് പറയണം? എത്ര മനുഷ്യരുടെ ശിർക്കിലായി മരിച്ചു പോണു കൂട്ടരെ. എത്ര ആളുകളാണ് ശിർക്കിലായിട്ട് മരിച്ചു പോണത്. എത്ര ആളുകളാണ് അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയായിട്ട് അങ്ങോട്ട് മരിച്ചു പോണത്. മരണവേളയിൽ പോലും വിടൂല എന്നുള്ളതാണ് പുരോഹിതന്മാരുടെ. അതുകൊണ്ടാണല്ലോ ബാംഗ്ലൂരിൽ നടന്ന മുഖാമുഖത്തിൽ അഹ്സനയോട് ഒരു ചെറിയ ചെക്കൻ, ഒരു +2 വിദ്യാർത്ഥി ചോദിക്കണം, ഉസ്താദേ ഒരാളെ ആക്സിഡന്റ് പറ്റി, അങ്ങനെ മരിക്കാൻ നേരെ അയാള് മൊയ്തീൻ ഷെയ്ഖേ എന്ന് വിളിച്ച്, അപ്പൊ ഒരു കാമിലായ ഈമാൻ കിട്ടി മരിക്കുവെന്നാണ്. ചാടി എണീച്ചില്ലേ നമ്മൾ ഉസ്താദ്മാർ എങ്ങനെയാണ്? അതിനൊന്നും ഒരു കുറവുണ്ടാവും. കാരണം നല്ല ഹറാമ് തിന്നിട്ടുള്ള ബെയ്ത്തും ശക്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചാടി ഇങ്ങോട്ട് എണീറ്റിന് മുമ്പ് മറുപടി എന്താണ്? വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാണ് മൊയ്തീൻ ഷെയ്ഖ്. മരണവേളയിൽ മൊയ്തീൻ ഷെയ്ഖ് പ്രത്യക്ഷപ്പെട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനുള്ള കരുത്ത് നൽകും. അങ്ങനെ ഈമാനോടുകൂടിയോ മരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വേഗം ഓർമ്മ അബൂജഹലിനെ മൊയ്ലിയാരെയാ. എന്റെ മനസ്സിൽ അബൂജഹലും വരും, മൊയ്ലിയാരും വരും, അബൂജഹലും വരും, മൊയ്ലിയാരും വരും. എന്താ നല്ലൊരു സമാന സംഭവം ഉണ്ട് പറഞ്ഞുതരാം. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. മൂത്താപ്പ മരിക്കാൻ കിടക്കുകയാണ്. അപ്പൊ അബൂജഹൽ അപ്പുറത്ത്, അബൂലഹബ് അപ്പുറത്ത്, എല്ലാ കക്ഷികളും ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മൂത്താപ്പ
അപ്പൊ അവിടുന്ന് അബൂജഹൽ പറയും, ലാത്തേനെ വിളിക്ക്, ഉസ്സനെ വിളിക്ക്, തങ്ങന്മാരെ വിളിക്ക്, ബീവിമാരെ വിളിക്ക് എന്നിങ്ങനെ പറയും. മരിക്കാൻ നേരവും ഷിർക്കിലാക്കി മരിപ്പിക്കാനാണ് അബൂജഹൽ മൊയ്ലിയാര് അവിടെ കുത്തിരിക്കുന്നത്. അയാളാണ് ലോകത്തിലെ സഖാഫിയിൽ അക്കാലഘട്ടത്തിലെ മക്കയിലെ സഖാഫി. മനസ്സിലായോ? കേട്ടോ, ഏറ്റവും വലിയ സഖാഫി ഫിറൗൻ സഖാഫി. അപ്പൊ അങ്ങനത്തെ ഒരു സഖാഫി ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് റസൂലുള്ളാഹി പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മുത്താപ്പ. അവിടുന്ന് സഖാഫി പറയും പറയല്ലേ, ഇതുവരെ ലാത്ത ഉസ്സ മനാത്ത ഹുബിലി തങ്ങന്മാരെയും ബീവിമാരെയും അങ്ങനെയാണല്ലോ. ലാ തദറുന്ന ആലിയതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഹൂക വനസ്റാ. ഈ നൂഹ് വയലൊക്കെ പറയും, അല്ലാഹനെ ആരാധിക്കാൻ പറയും, അല്ലാഹനെ വിളിക്കാൻ പറയും. പക്ഷെ ലാ തദറുന്ന ആലിയതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅ വലാ യഗൂസ വലാ യഹൂക വനസ്റാ. ആ കാലഘട്ടത്തിലെ മൊയ്ലിയന്മാര്, ആ മൊയ്ലിയന്മാര് പറയാണ്, ഈ 5 മഹാന്മാരെ വിളിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. വഹിയ അസ്മാഉർ റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ 5 മഹാന്മാരാണ്. ഈ 5 മഹാന്മാരെ വിളിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് അക്കാലഘട്ടത്തിലെ പുരോഹിതന്മാരൊരു ഭാഗത്ത്. അള്ളാനെ മാത്രം വിളിക്കാൻ നൂഹ് നബി, മൊയ്ലിയന്മാരെ അല്ലല്ലാത്തോലെ വിളിക്കാനും ഇതിലേതാണ് അമ്പിയാക്കളുടെ പാത. ഒരു ഭാഗത്ത് ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. സൂറത്ത് നൂഹിലെ 10-11 വാചകങ്ങളാണ്. നൂഹ് നബി പറയാണ്, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി. അപ്പൊ നിങ്ങൾ ഇന്ന ആളുകളോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊള്ളി. ഇത് ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഇത് നമ്മളിത് ക്ലിയർ ആയി സൂറത്ത് നൂഹ് വായിച്ചിട്ട് മുജാഹിദാകാത്തവൻ പിന്നെ ഓന്റെ കാര്യം ഓൻ എന്തോ ആയിക്കോട്ടെ, പിന്നെ ഓന്റെ കാര്യം അള്ളാഹിലേക്ക് വിടല്ലാതെ രക്ഷയില്ല. സൂറത്ത് നൂഹ് വായിച്ചിട്ട് തന്നെ മുജാഹിദാകാൻ കഴിയുന്നില്ലെങ്കിലേ എന്ന് പറഞ്ഞാല് ഖുർആനിലൊരു മുജാഹിദ് ഉണ്ട്. ആ മുജാഹിദാട്ടോ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ വിശുദ്ധ ഖുർആൻ ഈ കാര്യം തീർത്തു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ സക്കരിയ നബിക്ക് കുട്ടികളില്ല. വാർദ്ധക്യത്തിൻ്റെതായ എല്ലാ ആവശ്യതകളും. എന്റെ എല്ല് ദുർബലായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? എന്റെ സെമിനൽ വെസിക്കിൾ ഉണ്ടല്ലോ, ഈ നെഞ്ചെല്ലുകളുടെയും വാരിയെല്ലുകളുടെയും ഇടയിലാണ് സെമിനൽ വെസിക്കിൾ. അവിടെ നിന്നാണ് ഇന്ദ്രിയ പ്രവാഹം ഉണ്ടാവേണ്ടത്. എന്റെ വാർദ്ധക്യം കൊണ്ട് ഇനിയൊരു ഇന്ദ്രിയ പ്രവാഹം ഉണ്ടാവില്ല, ഷുവർ. പിന്നെ എന്റെ ഭാര്യ ആവട്ടെ, അവളാരാണ്? വന്ധിയാണ്. എന്റെ ഭാര്യ ആരാണ്? വന്ധിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ പ്രസവിക്കുകയില്ല. പക്ഷെ വലം മക്കുംബി ദുആഇക റബ്ബി ശഖിയ, എന്നാലും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ അശക്തനല്ല. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം സസ്യർ എല്ലാരും ഒന്ന് നെഞ്ചിലേറ്റിക്കൂടി. അതായത് ഡോക്ടർമാര് വിധേയി നിങ്ങൾക്ക് ഒരു കാലത്തും കുട്ടി ഉണ്ടാവില്ല, ഭാര്യ വന്ധിയുമാണ്. ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും നെഞ്ചകത്തേറ്റേണ്ട ഒരു ചോദ്യമാണ്. ഡോക്ടർമാര് പ്രഗത്ഭനായ, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ റിക്കേൾ ചെയ്തു, ബഷീർ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ല, സുബൈർ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ല, നിങ്ങളുടെ ഭാര്യ വന്ധിയാണ്, നിങ്ങൾക്കും കംപ്ലൈന്റ് ആണ്, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ല, വൈദ്യശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് ഇനി കുട്ടി ഉണ്ടാവില്ല. ഞാൻ ചോദിക്കണം, ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ നിരാശയുടെ മുങ്ങിക്കയത്തിൽ മുങ്ങി ഇനി ജീവിക്കേണ്ടതില്ല എന്നല്ലേ തോന്നില്ല ഉണ്ടാക്കും അല്ലേ? പക്ഷെ ഇങ്ങനെ അനുഭവിച്ച ഒരു പ്രവാചകൻ അള്ളാഹുവോട് പറയുന്നത് എന്താണ്? എന്റെ എല്ല് ദുർബലമാണ്, ശരിയാണ്. എന്റെ തലമുടി നിരബാധിച്ച് കത്തി, അതും ശരിയാണ്. എന്റെ ഭാര്യ പ്രസവിക്കൽ, അതും എനിക്ക് ഉറപ്പാണ്. പക്ഷെ നിന്നോട് ചേർന്ന നീ കരുതിയാ കിട്ടൂല എന്നുള്ളത് അല്ല എന്റെ അഭിപ്രായം, കിട്ടുന്നുള്ള എന്റെ അഭിപ്രായം. കാരണം പാപ്പയില്ലാതെ ആദം നബീനെ സൃഷ്ടിച്ച ആളാണ്. ഈ ഒരു ഈമാനാണ് തൗഹീദ്. അതുണ്ടോ? ഉണ്ടോ? അതുണ്ടാക്കല ഇസ്ലാമിന്റെ പ്രത്യേകത ഉണ്ടോ? കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞ് കുട്ടിയില്ല. എന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ലാത്തവരോട് ഖുർആൻ സ്പെഷ്യലായിട്ടൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താൽ മതി. അത് ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് മാത്രം. അതെന്താ? അവരോട് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തവർക്കൊക്കെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഔലിയും അമ്പിയും ഒന്നായിട്ടല്ല കേട്ടോ, ഖുർആൻ പറഞ്ഞ അനുസരിച്ചോളി പറഞ്ഞു. എനിക്കറിയാം, ഞാൻ ദുബായിൽ ഉള്ള കാലത്ത് തൃശ്ശൂരിലെ 2-3 പേര് ഒരുപാട് 7, 8, 9 കൊല്ലേ അവ പറഞ്ഞ എന്താ ചെയ്യും കുട്ടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടപ്പോ ഹമീദ് ഖാൻ 10-18 കൊല്ലം കുട്ടി. പക്ഷെ എന്താ സംഭവം നിങ്ങൾ ആലോചിച്ചുണ്ടോ ശരിക്കും? ഒന്ന് അല്ല ചിലർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ അത് ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ. അതല്ല, ഒരു സ്വഹാബി ഒരു സാബിന്റെ അടുത്ത് വന്ന് പറയണം, കല്യാണം കഴിച്ചിട്ട് കുറെ കാലമായി കുട്ടിയില്ല. ഒരു സ്വഹാബിയോട് എനിക്ക് കേട്ടോളൂ ഈ അടുത്ത വാചകം. അപ്പൊ ആ സാബി ചോദിക്കും, നീ ഇങ്ങനെ ഖുർആൻ വായിച്ചിട്ടില്ലേ? നീ ഖുർആനിൽ ഈ വചനം കണ്ടിട്ടില്ലേ? അത് പ്രകാരം നീ ഒന്ന് അമൽ ചെയ്ത് നോക്ക്, അപ്പൊ കുട്ടി ഉണ്ടാവും. മനസ്സിലായില്ല? വലിയൊരു അത്ഭുതം തോന്നില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ?
فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. ഈ ആയത്തായിട്ട് ഓതി കൊടുത്ത് ഈ സ്വഹാബി എന്തിനാ ആയത്തിന്റെ പൊരുൾ കേട്ടോ? 71-ാം അധ്യായം സൂറത്ത് നൂഹ് 10, 11, 12, 13, 14 വചനം. എന്തായതിനർത്ഥം? നൂഹ് നബി പറയാണ്, നിങ്ങൾ അള്ളാഹിനോട് സ്പെഷ്യലായിട്ട് ഇസ്തിഗ്ഫാർ നടത്തിയാല് അള്ളാഹ് നിങ്ങൾക്ക് കുട്ടികളെ തരും. അള്ളാന്റെ വാക്കാത്. അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹിനോട് കുർക്കലിനെ തേടിയാൽ അള്ളാഹ് നിങ്ങൾക്ക് കുട്ടീനെ തരും. തീർന്നോ? ഇല്ല. സന്താനത്തെ നിങ്ങൾക്ക് അഭിവൃദ്ധി. ആദ്യം പറഞ്ഞ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും. നിങ്ങൾക്ക് അള്ളാഹ് ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ തരും. രണ്ടാമത്തെ നിങ്ങൾക്ക് കുട്ടികളെ വർദ്ധിപ്പിച്ചു തരും. 3 നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. 4 നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരും. ഇതൊക്കെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ. അപ്പൊ എങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തണം? അല്ലാഹുവേ, നിന്റെ സൂറത്ത് നൂഹിൽ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയ കുട്ടികളെ തരുമെന്ന് നിന്റെ ഓഫർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന് നിരന്തരമായി കുട്ടികളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ പറഞ്ഞാൽ അവർ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വഹാബി. അത് ചെയ്തപ്പോ അയാൾക്ക് കുട്ടി ഉണ്ടായി. ഞാൻ ആ തത്വം പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്തു. അവർക്കൊക്കെ എന്നവരെ കുട്ടി വേണേ ഞാൻ ഫോൺ നമ്പർ എന്നെ വിളിച്ചോ. 15 കൊല്ലം കുട്ടിയില്ലാത്ത അസർ സാർ ഈരാറ്റുപേട്ടയിലെ 2 കുട്ടി. സുലൈമാൻ തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടത്തിനടുത്ത് അയാൾക്കിപ്പോ 4 കുട്ടി. അള്ളാഹ് പറഞ്ഞതാണ്, അള്ളാന്റെ വാക്ക് അള്ളാഹ് ഒരിക്കലും തെറ്റിക്കൂല. പിന്നെ അള്ളാഹ് എന്താണ്? തീരെ കുട്ടികളെ തിരയാൻ തീരുമാനിച്ച ടീം ഓരോ പ്രാർത്ഥിച്ച കൂലി കിട്ടും, ഇരട്ടിയെ. അള്ളാഹ് അവർക്ക് ആഖിറത്തിൽ സന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യം നൽകി. മനസ്സിലായോ? അപ്പൊ പ്രാർത്ഥന ഇതാണ് പ്രവാചകന്മാർ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, ഏറ്റവും രസകരമായ ഒരു പോയിന്റ് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സക്കരിയ നബി മെഹ്റാബിൽ വരുമ്പോ മറിയം ബീവി ഉണ്ടാകുമായിരുന്നു മെഹ്റാബില്. ഈ ഒരു പോയിന്റ് ശരിക്കൊന്ന് ക്ലിക്ക് ചെയ്തോട്. കറാമത്തുമായിട്ടാണല്ലോ ഇതൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നത്. മെഹ്റാബിൽ വരുന്ന സമയത്തൊക്കെ മറിയം ബീവിക്ക് ഉണ്ട് അള്ളാഹ് ആകാശത്ത് നിന്ന് ഭക്ഷണം ഇങ്ങനെ ഇറക്കി കൊടുക്കണം. ഇതാര് കാണുകയാണ്? സക്കരിയ നബി കാണുകയാണ്. മറിയം ബീവിക്ക് ഭക്ഷണം ഇങ്ങനെ ഇറക്കി കൊടുക്കണേ. യാതൊരു തടസ്സവും ഇല്ലാതെ നൂൽമ കെട്ടി ഇറക്കൊന്നുമല്ല. ആ ഭക്ഷണത്തളിക ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണല്ല. ആരും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് താലം പോലെ കൊണ്ടുപോയി കൊടുക്കുകയല്ല. അത് സ്വാഭാവികമായി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതിങ്ങനെ ഇറങ്ങി വന്നിട്ട് അത് മറിയം ബീവിന്റെ കയ്യിലേക്ക് അത് അവർ സ്വീകരിക്കുന്ന ആര് കാണുകയാണ്? സക്കരിയ നബി കാണുകയാണ്. നിങ്ങൾ ഈ രംഗം ഇത് പ്രകടമായ കറാമത്താണ്. ഈ കറാമത്തെങ്ങാനും ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരു പള്ളിയിലാണെന്ന് സങ്കല്പിച്ച് നോക്കിക്കോളി. നിങ്ങൾ മൊയ്ലിയാര് സുബൈബാൻ കൊടുക്കാൻ വരിക പള്ളിയിലേക്ക്. സുബൈബാൻ കൊടുക്കാൻ വരുമ്പോണ്ട് ഒരു പമ്പറന്നോളൂ മിഹ്റാബില്. അപ്പൊ തന്നെ അടിയാടാർക്കും. പള്ളിക്ക് ഒരു കൽച്ചവും പോരപ്പോ മിഹ്റാബിലെത്തിയുള്ളൂ. ഇവിടെ മറിയം ബീവി മിഹ്റാബില് അള്ളാഹ് പറയാ 3-ാം അധ്യായം 36-ാമത്തെ വചനം. എന്റെ വകയല്ല. 3-ാം അധ്യായം 36-ാമത്തെ വചനം. മിഹ്റാബിലാ കളി. ആരാ കളി? മറിയം ബീവിന്റെ കളി. ആരാ കണ്ട് വരുന്നത്? സക്കരിയ നബി. സക്കരിയ നബി ആരാ? ആ പള്ളിയിലെ ഇമാമ്. അത് നിങ്ങൾക്ക് 36 മുതൽ 42 വരെയുള്ള വചനം വായിച്ചിട്ട് വ്യാഖ്യാനം നോക്കി അറിയാം. സക്കരിയ നബി ഇമാമ്, അതിന്റെ ബാക്കിൽ മറിയം ബീവി നിസ്കരിക്കുക പള്ളിയിൽ. അള്ളാഹ് പറയണേ, ഖുർആനാണ് കേട്ടോ. ശരിക്ക് ചിന്തിക്ക്. ഈ അത്ഭുതം പലതവണ കണ്ടു ആര്? സക്കരിയ നബി. ശരിക്കും നിങ്ങൾ ആലോചിച്ചത് കറാമത്തല്ലേ? ഈ കറാമത്ത് കണ്ട സക്കരിയ നബി എന്താ ചെയ്ത്? സത്യത്തിൽ നമ്മുടെ നാട്ടിൽ മൊയ്ലിയാര കാണുന്നെങ്കിൽ എന്താ ഉണ്ടാകുക അറിയോ? അന്ന് സുബൈബാങ്ക് മൂപ്പര് മറന്നു. മൂപ്പർക്കാറ്. കാരണം നല്ല കാശുണ്ടാക്കാനുള്ള കേസല്ലേ കിടക്കണേ കുഞ്ഞാമിനക്ക് ചില്ലറ കറാമത്താണ്. മൂപ്പര് മൈക്കിലൂടെ മണ്ടിരിയോന്ന് ഓരൊക്ക മൈക്കിലൂടെ വിളിച്ചെറിയും. ഒരു വലിയ ബീവി വന്നിക്കണോ, ഇനി അപ്പുറം ഇപ്പുറം ഒക്കെ എന്തായിക്കോടി ഷെഡ് കെട്ടിക്കോടി, കാർ വിളിച്ചോടി, ടോക്കൻ ആക്കിക്കോടി. അത് വ്യവസായം. ഇതാ കറാമത്ത് എന്ന് സക്കരിയ നബി പറഞ്ഞില്ല. അതാണ് കറാമത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്താ? കറാമത്ത് കണ്ടു, നിഷേധിച്ചോ? കറാമത്തില്ല എന്ന് പറഞ്ഞോ? ഇത് കറാമത്തല്ല എന്ന് പറഞ്ഞോ? സാധാരണ സമസ്തക്കാർ പറയുന്ന അള്ളാഹ് കൊടുത്ത കറാമത്ത് എന്ന് ചോദിക്കാന്നാണ്. ഈ രംഗം കണ്ട സക്കരിയ നബി എന്താ ചെയ്ത്? അതാ നമുക്കുള്ള തെളിവ്. സക്കരിയ നബിയെ നമ്മൾ മാതൃകയാക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കറാമത്ത് മറിയം ബീവിനെ കണ്ട മറിയം ബീവിനോടല്ലേ വിളിച്ചു തേടേണ്ടത്? സമസ്തക്കാരുടെ വാദപ്രകാരം അല്ലേ? സമസ്തക്കാരുടെ വാദപ്രകാരം മറിയം ബീവിനോടല്ലേ സക്കരിയ നബി തേടണ്ടേ? പക്ഷേ ഹുനാലിക സക്കരിയ നബി അവിടെ വെച്ച് തേടി. ആരോട്? റബ്ബിനോട്. പടച്ചോനെ,
മറിയം ബീവിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്, പിന്നെ എനിക്കൊരു കുട്ടിയെ തരാൻ എനിക്ക് പണി, അവിടെ ഇങ്ങോട്ട് തന്നാളാ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ മനസ്സിലായിക്കൂടി, കറാമത്തുള്ളതാണ്. കറാമത്തുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ വിശ്വാസി സ്വീകരിക്കേണ്ട മാർഗം എന്താ? ഈ കറാമത്ത് കൊടുത്ത റബ്ബിനെ പിടിക്കുക, കറാമത്ത് കിട്ടിയ ബീവിനെ വിടുക. മനസ്സിലായില്ല? സമസ്തക്കാർക്ക് സംഭവിച്ച തെറ്റെന്താണ്? സക്കരിയ നബിക്ക് സംഭവിച്ച ശരി എന്താണ്? കറാമത്തിനെ അംഗീകരിച്ചു, നിഷേധിച്ചില്ല. കറാമത്ത് കൊടുത്ത റബ്ബാണിത് കൊടുത്തതെന്ന് മനസ്സിലാക്കി കിട്ടിയ ബീവിനെ വിട്ട് കൊടുത്ത പടച്ചോനെ പിടിച്ച്. സമസ്തയോ അള്ളാഹ് കൊടുത്ത ബീവിനെ പിടിച്ച് കൊടുത്ത അള്ളാഹിനെ വിട്ട്. പോയിന്റ് അതേ എന്ന് ആരാണോ കറാമത്ത് കൊടുത്ത അള്ളാഹിനെ വിട്ട് കിട്ടിയ ബീവിനെ പിടിച്ച്, കിട്ടിയ ഔലിയനെ പിടിച്ച്. അതാണ് സമസ്തക്ക് സംഭവിച്ച നാട്ടിലെ കുഴപ്പം. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തോ? ഈ പോയിന്റ് മനസ്സിലായോ? ഈ പോയിന്റ് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതാണ് സമസ്തക്കാർക്ക് സംഭവിച്ചത്. മുജാഹിദുകളോ സക്കരിയ നബിയെ പോലെ കറാമത്ത് അംഗീകരിച്ചു, കറാമത്തുള്ളവരോട് തേടിയില്ല. പോയിന്റ് മനസ്സിലായോ? അമ്പിയാക്കളെ അനുസരിക്കേണ്ട പോയിന്റ് മനസ്സിലായോ? സക്കരിയ നബിയിൽ നമ്മൾ പഠിച്ച പാടാതാണ്. ഇബ്രാഹിം നബി 86-ാമത്തെ വയസ്സ് വരെ കുട്ടിയില്ല, 86-ാമത്തെ വയസ്സ് വരെ കുട്ടിയില്ല. ആ കുട്ടിയില്ലാതെ പ്രവാചകൻ പ്രാർത്ഥിക്കേണ്ട റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സ്വാലിയായ കുട്ടിനെ തരണേ. ഖുർആനിലെ 37-ാം അധ്യായം 100-ാമത്തെ വചനം, മറ്റൊന്ന് 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം, 3-ാം അധ്യായം 36 മുതൽ 42 വരെയുള്ള വചനം. ഈ രണ്ട് പ്രവാചകന്മാരും കുട്ടികളില്ലാത്ത ദുഃഖം പടച്ചോനോട് പറയണം. ഇനിയോ യൂനുസ് നബിയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ കുറച്ച് ഗൗരവമായിട്ടൊരു വിഷയം പറയേണ്ടത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ എന്ന് യൂനുസ് നബി കടലിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനമായ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. രാത്രിയുടെ ഇരുട്ട് പറയേണ്ടയില്ലല്ലോ. പിന്നെ കാർമേഘത്തിന്റെ ഇരുട്ട്. അപ്പൊ ഇരുട്ട് ഒന്നും കൂടിയില്ലേ? രാത്രിയുടെ ഇരുട്ട്, കാർമേഘത്തിന്റെ ഇരുട്ട്, അപ്പൊ 2 ഇരുട്ടായി. 3 കടലിന്റെ ഉപരിതലത്തിലെ തിരമാലയാകുന്ന ഇരുട്ട്, 3 ഇരുട്ടായി. 4 ആഴക്കടലിന്റെ ഇരുട്ട്, 5 മത്സ്യത്തിന്റെ വയറ്റ് കിടക്കണ ഇരുട്ട്. അപ്പൊ എത്ര ഇരുട്ടായി? 5 ഇരുട്ടറകൾക്കുള്ളിൽ നിന്നുകൊണ്ട് യൂനുസ് നബി ആരോടാ പ്രാർത്ഥിച്ചത്? മലക്കിനോടാ? ജിന്നിനോടാ? ആണോ 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 അല്ല. പിന്നെ എന്തേ പ്രാർത്ഥിച്ച? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആരാ പ്രാർത്ഥിച്ചത്? യൂനുസ് നബി. കടലിന്റെ ആഴക്കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനോട് പ്രാർത്ഥിച്ചോ? അല്ലാഹുവിനോട്. കാരണം എന്താ? അദ്വാ ഹുവൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അത് അല്ലാത്തൊരു മഖ്ലൂക്കിനോട് നടത്തിയോ? ഇല്ല. അതെ. അപ്പൊ എല്ലാരും മനസ്സിലാക്കുക, ഏത് ഘട്ടത്തിലും ഒരാൾ വനാന്തരത്തിൽപ്പെട്ടു, ഘോരവനം, ആ ഘോരവനത്തിന്റെ മധ്യത്തിൽ അയാൾ ചെന്നുപെട്ടു. ആ ഘോരവനത്തിന്റെ മധ്യത്തിൽ ഗർജിച്ച് സിംഹം മുന്നിച്ചാടി. അയാൾ അല്ലാഹുവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്? പടപ്പിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാ? അല്ലാഹുവിനോടാണ് അല്ലേ? ഏത് ആപൽ ഘട്ടങ്ങളിലും അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു വയക്ഷിഫു സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അയിലാഹു മഅല്ലാഹ് ഖലീലൻ മാ തദക്കുറൂൻ. ഖുർആനിലെ 27-ാം അധ്യായം സൂറത്ത് നംലിലെ 62-ാമത്തെ വചനം. പ്രയാസങ്ങൾ വരുമ്പോൾ പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥന, പ്രയാസപ്പെടുന്നവൻ ആ പ്രയാസം ദൂരീകരിക്കാൻ അല്ലാഹുവിനോടാണ് തേടേണ്ടത്. അതല്ലാതെ വേറെ ഇലാഹുണ്ടോ? ഒരു വല്ലാത്ത ചോദ്യം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പടച്ച തമ്പുരാനോടാണ് അവൻ തേടേണ്ടത്. ഇത് പ്രചരിപ്പിക്കുകയും ഇത് പ്രബോധനം ചെയ്യുന്നവരാണ് നമ്മൾ, അല്ലേ? ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി. ഏത് നാട്ടിൽ പെട്ടു, വനത്തിൽ പെട്ടു, അല്ലെങ്കിൽ ഒരു നദിയിൽ ഒലിച്ചുപോയി, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പറ്റും, ഒരു ലിഫ്റ്റില് നമ്മൾ കയറുകയാണ്, പാതി വെച്ച ലിഫ്റ്റ് അങ്ങ് നിന്നു, ഘോരമായ ഇരുട്ട്, എവിടെ എത്താൻ രക്ഷയില്ല. ആരോടാ തേടേണ്ടത്? ജിന്നിനോടാ? മലക്കിനോടാ? പടച്ച തമ്പുരാനോട്, അല്ലേ? അവിടെ പെട്ടുപോയത് പോലും ചിലപ്പോ ലോകത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ലിഫ്റ്റ് എന്താ താഴത്ത് നേരിക്കും താഴെ, അതൊന്നും അല്ലാത്തടത്ത് പെട്ടുപോയി. പടച്ചോനോട് എതിരഭിപ്രായം ഉണ്ടോ?
ആളുകൾ കുലുമാരുണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ദുനിയാവിൽ. ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം, വാർത്തകൾ കൊടുക്കുമ്പോ നുണ പ്രചരിപ്പിക്കുന്ന കുറെ ആളുകളില്ലേ, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്ന ആളുകൾ. അതിലൊരു പേരിൻ്റെതാ, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തേജസ്കാരൻ ഒരു ഇന്റർവ്യൂക്ക് വന്നു. ഇവിടുന്ന് അത്ഭുതപ്പെട്ട് നിങ്ങളെ കാര്യം ഓർത്തിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തേ ഈ കൊമ്പുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടല്ല, നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് എഴുതിയ കണ്ടു. ഞാൻ ചോദിച്ചു, മാധ്യമത്തിലല്ലേ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു സത്യം അപ്പൊ അത്ര എഴുതിയിട്ടുണ്ടോ? ആയുസിനിടയിൽ മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിച്ച് അടിച്ച് പിരിയിപ്പിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ അത്ര ഉണ്ടായത് തന്നെ? എന്തെങ്കിലും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ഇടപെട്ടിട്ടുണ്ടോ ആ പത്രം? നുണയല്ലാതെ എഴുതൂല, അച്ഛക്കള്ളം എഴുതുക. എന്റെ പേരിൽ 8 റിപ്പോർട്ട് വന്നു മാധ്യമത്തിൽ. ഒരെണ്ണം ശരിയായിരുന്നെങ്കിൽ സന്തോഷിക്കാമായി. ഒരെണ്ണം, ഒരു വാർത്ത. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, എന്തിനാ ഇവരൊക്കെ ജീവിക്കണത്? ഏത് ദീനിന്റെ പേര് പറഞ്ഞിട്ടാ ജീവിക്കുന്നത്? ഇനി എന്റെ പുണ്യങ്ങന്മാരെ, ഞാൻ അവിടെ ജീവിച്ചിട്ടില്ലേ? കേരളത്തിൽ ഇന്നറിയാത്ത മുസ്ലിങ്ങൾ വരെയില്ല മണ്ണില്. ഏത് ഞാനോട് ജീവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത്ര ഓഫീസ് നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടല്ല, നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കേണ്ടത് കേട്ട് ഞങ്ങൾ നാളെ ഒരു ന്യൂസ് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്ത് സത്യനന്ദനാ മാധ്യമത്തിന്? പത്രധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വ്യഭിചരിച്ചു എന്നൊരു തോന്നിയാസ പത്രത്തിൽ വരാൻ പാടല്ലോ, കള്ളുടിച്ചു എന്നൊരു വരാൻ പാടില്ല. അതിനേക്കാൾ ഗുരുതരമല്ലേ ഞാൻ ശിർക്ക് ചെയ്യുന്നു എന്നുള്ളത്? അല്ലേ? നിങ്ങൾ ആലോചിക്കുക, അതിനേക്കാൾ ഗുരുതരമല്ലേ അത്? ഒരു വാക്ക് ചോദിക്കണ്ടേ നമ്മൾ ജിന്ന്? നിങ്ങളോട് ഞാൻ ചോദിക്കുക, പിന്നെ പറ്റിയൊക്കെ അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുതരാം. ഈ മേറാജിന്റെ രാത്രിയിൽ റസൂൽ ആകാശാരോഹണം നടത്തി തന്നെ തിരിച്ചു വന്നല്ലോ. അത് വന്നപ്പോ അബൂജഹൽ പറയാണ് അബൂബക്കർ സിദ്ദീഖിനോട്, അബൂബക്കറെ ഇനിയെങ്കിലും അന്റെ ചെങ്ങായിക്ക് വട്ടാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ലേ? ഓൻ ബൈത്തുൽ മുഖദ്ദസിലും പിന്നെ അവിടുന്ന് 7 ആകാശവും കടന്ന് വന്നു എന്നാ പറയണേ. ഇത്രയും കാലം നീ അവനെ വിശ്വസി, ഇതും കേട്ടിട്ട് ഇനിയും വിശ്വസിക്കുക അബൂബക്കറെ? എനിക്ക് കേട്ടോട്ടോ, ശരിക്കും പഠിച്ചോളി. അതാ സൗഹൃദവും കൂട്ടുകെട്ടും ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നിടത്തുള്ള വിജയവും. എന്താ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞു? എന്റെ നബി അങ്ങനെ പറഞ്ഞു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു. പറഞ്ഞു എന്നാലേ ഞാൻ 100% വിശ്വസിക്കുന്നു. എന്താ അത്? ജീവിതത്തിൽ അതുവരെ നബിയായിട്ടുള്ള ബന്ധത്തിൽ നബി കള്ളം പറഞ്ഞിട്ടില്ല. ആ മനസ്സിലാക്കലാണ് വേറൊരുത്തനാ പറയുന്നത്. അതൊരു ശത്രു. ആ ശത്രു പറഞ്ഞ വകച്ചു കൊടുക്കണമെങ്കിലേ സൗഹൃദത്തിന് മഹത്വം കൽപ്പിക്കാത്ത ഒരാളായിരിക്കണം. മുജാഹിദ് ബാലുശ്ശേരിന്റെയും സക്കറിയ സുലൈന്റെയും കേസറ്റ് കേട്ടെ ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് പറയൂ ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു? ഏതെങ്കിലും ഒരു മഖ്ലൂക്ക്? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മൃഗങ്ങൾക്ക് എങ്ങാനും സംസാരിക്കാൻ ശേഷിയുണ്ടായിരുന്ന ഇവരെ തൊള്ള കടിച്ചേനെ വരും. ഈ നാട്ടിലെ മണൽത്തരികൾ പോലും പറയും ഈ രണ്ടാളുകളുടെ പ്രസംഗം ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും. നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? കേരളത്തിലെ തല ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ കയറി ചെന്ന് വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ച് ഈ വിഗ്രഹത്തെ ആരാധിച്ചാൽ നാളെ നിങ്ങൾ നരകത്തിലാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിയാ പറയുന്നത്. നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മനസ്സിലാക്കിക്കൊള്ളി, നുണ, പച്ച നുണ പ്രചരിപ്പിക്കാൻ ആരായാലും. ഇനി ഞാൻ നിങ്ങളോടൊപ്പം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ സസിലിന്റെ വിഷയം പ്രാർത്ഥന അള്ളാഹുവിനോട് ആയതുകൊണ്ടും അതൊരു വിവാദ വിഷയമായിട്ട് ഇങ്ങനെ നിലക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കൂട്ടത്തില് താടി വെക്കാത്ത താടി പഠിക്കണ മുജാഹിദിന് ചിലപ്പം വേണമെങ്കിൽ എണീപ്പിടിച്ചാൽ പറ്റൂലേ? ഞാനിപ്പോ പറയുന്നത് എല്ലാ മുജാഹിദാണോ ഓൽക്കൊക്കെ നീണ്ട താടിയുണ്ട് എന്നെ പോലെ എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ സദസ്സ് നോക്കിയിട്ട് എന്നെ വിടുവോ? എന്നെ പോലെ താടി നീട്ടുള്ളവരാണ് മുജാഹിദുകളിലെ എല്ലാ ആണുങ്ങളൊന്നും ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. നിങ്ങൾക്ക് എത്രയോ പേരെ ഇവിടെ ഹാജരാക്കാൻ പറ്റും താടി ഇല്ലാത്ത, അല്ലേ? പറ്റൂലേ? നര്യാണിൻ്റെതായ ഒരൊറ്റ മുജാഹിദിന്റെ തുണി ഇറങ്ങൂല എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ ഹാജരാക്കാൻ പറ്റൂ? അതൊക്കെ ഇറങ്ങി നിൽക്കുന്നവനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഹാജരാക്കാം, അല്ലേ? സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചവര് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോ ഈ സസിന് അറിയിലിരിക്കും, ഞാൻ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചാളാ ബാലുശ്ശേരി, ഓർമ്മയില്ലാത്ത കാലത്താണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയും, അല്ലേ? മുജാഹിദ് ആയതിനു ശേഷം ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കാൻ പറ്റും നിങ്ങൾക്ക്? ഒരു മനുഷ്യന് ഈ സദസ്സിന്ന് ജിന്നിനോട് തേടുന്ന പ്രാർത്ഥിക്കുന്ന കടലിലോ കരയിലോ വൻകരയിലോ മരുഭൂമിയിലോ പെട്ടാൽ ഞാൻ ജിന്നിനോട് തേടാറുണ്ട് എന്ന് പറയുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്കാൻ പറ്റും? ഒരു മുജാഹിദിനെ, ഒരൊറ്റ ആളെ ഹാജരാക്കാൻ പറ്റുമോ? ഇനി ഞാൻ വേറൊന്നും ചോദിക്കരുത്. താടി നീട്ടൽ ഉലുവാണ് എന്നുള്ള പ്രസംഗം കേട്ടിട്ട് താടി പഠിച്ച നേതാക്കന്മാരെ കാണിച്ചു തരും ഞാൻ.
ഓരോ പ്രദേശങ്ങളിൽ, ജില്ലയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചിലപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടാവും, ചിലപ്പോൾ ജില്ലാ സെക്രട്ടറി ആവും, ചിലപ്പോൾ സ്റ്റേറ്റിലെ ഉത്തരവാദിത്തപ്പെട്ടവരാവും. അങ്ങനെയൊക്കെ ഇത് താടി ഈ പോലെ നീട്ടിയത് ഉലുവാണ് എന്ന പ്രസംഗം കേട്ടിട്ട് താടി പഠിച്ചോലെ ഞങ്ങൾക്ക് ഹാജരാക്കി തരാൻ പറ്റും. താടി ഇന്നെ പോലെ നീട്ടി ഇന്റെ ഡ്യൂപ്പാന്ന് നിർത്തേണ്ട ഈ സിദ്ദീഖ് ഒപ്പം മടവൂരിയായി നമ്മുടെ പ്രസ്ഥാനത്തിൽ ചാരനായിട്ട് വന്നിട്ട് മടവൂരിയായി ഓൻ താടി പഠിച്ചിട്ട് അപ്പൊ ഉമ്മിക്കേരി താടി അവനുണ്ട്. ഓന്റെ ഫോട്ടോ നെറ്റിൽ വർക്ക് ചെയ്ത് അങ്ങ് കിട്ടും. എന്താ കാരണം? താടി നീട്ടൽ ഉലുവ എന്ന് കേട്ടിട്ട് പഠിച്ചോനായി ഓൻ എനിക്ക് ഹാജരാക്കാൻ പറ്റും. പക്ഷെ സക്കറിയ സുലാഹിന്റെയും മുജാഹിദ് ബാൽഷിന്റെയും പ്രസംഗം കേട്ട് ഇതുവരെ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഇപ്പൊ അനുവദനീയാണ്, കുഴപ്പമില്ല, ഞങ്ങൾ സക്കറിയ സുലാഹിന്റെ പ്രസംഗം കേട്ടിട്ടാണ് ജിന്നിനോട് തേടുന്നതെന്ന് ഹാജരാക്കാൻ ഒരു മനുഷ്യനെ ഒരു പെരിച്ചായിന് ഹാജരാക്കാൻ പറ്റും. പിന്നല്ലേ മനുഷ്യൻ എടോ തോന്നിയാസം പറഞ്ഞിട്ട് ജീവിതത്തിൽ മരിച്ചിട്ട് റബ്ബിനെ കണ്ടുമുട്ടും. ഏതാലിമായാലും എന്തൊക്കെ എന്റെ കൂടെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അള്ളാഹുവിനെ ഓർത്തിട്ട് കളി തീക്കളിയാണ്. നമുക്കുള്ള പ്രശ്നം എന്താ അറിയുക? എനിക്കുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ ജിന്നിനോട് തേടിയെന്ന് പറഞ്ഞതിൽ അല്ല എനിക്കുള്ള പ്രശ്നം. എന്താ പ്രശ്നം അറിയോ? അത് പറയുക വഴി ഓ മുശ്രിക്കായിട്ട് നരകത്ത് പോകുന്നതാണ്. അള്ളാന്റെ റസൂല് ഉറപ്പുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ ആരെ പറ്റിയാണോ ശിർക്ക് ആരോപിക്കുന്നത് അവൻ മുശ്രിക്കല്ലേ, നീ മുശ്രിക്കായിട്ടാ മരിക്കുക. എങ്ങനെ എന്റെ സദസ്സിലുള്ള ഒരു ഗൗരവമായിട്ട് പഠിക്കുക. ഒരാള് മുശ്രിക്കല്ലെങ്കിൽ ഓനെ മുശ്രിക്കാക്കിയവൻ മുശ്രിക്കായിട്ട് മരിച്ച് കാഫറായി ചത്ത് നാളെ നരകത്തിലെത്തും. അല്ലാഹ് കാക്കട്ടെ. മനസ്സിലായോ? അതാ വിഷമോ? നമ്മളതല്ല, നമുക്ക് ഉറപ്പാണ്. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും പടച്ചോനല്ലാത്ത ഒരു ശക്തിയെയും മനസ്സ് കുടിയിരുത്തിയിട്ടില്ല. അങ്ങനെ തുടരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഇന്നൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് ചിന്തിക്കാൻ. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലായി കേരളത്തിൽ. ഈ 100 കൊല്ലത്തിനിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റി പലരും പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതിൽ പറ്റൂല എന്ന് പറഞ്ഞു പോയോലാണ്, നിൽക്കാതെ പോയോലാണ് സമസ്തക്കാർ. ഒരു നിന്നിട്ടില്ല. അത് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. നമ്മളോടൊപ്പം നിന്നിട്ടില്ല. ഒരിത് പറ്റൂല എന്ന് തുടക്കത്തിൽ തന്നെ പോയവരാണ്. എന്നാൽ ഞങ്ങളോട് പറയാം, KC അബ്ദുള്ള മൗലവി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ, ജമിയത്തുൽ ഉലമയുടെ മെമ്പറായി അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം നമ്മളെ മുശ്രിക്കാന്ന് ഇങ്ങോട്ട് ഗ്രന്ഥം എഴുതി. പക്ഷെ അദ്ദേഹം മുശ്രിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കണേ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിൽ ചേക്കേറിയവനെ പോലും നമ്മൾ ഇതുവരെ മുശ്രിക്കാക്കിയിട്ടില്ല. കാരണം ശിർക്ക് ചെയ്തിട്ടില്ല. KK ജമാലുദ്ദീൻ മൗലവി പട്ടാളപ്പള്ളിയിലെ ഇമാമായിരുന്നു. നിങ്ങളൊക്കെ മനസ്സിലാക്കണം. പക്ഷേ KK ജമാലുദ്ദീൻ മൗലവി ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു. അദ്ദേഹത്തെ നമ്മൾ ആരും മുശ്രിക്കാന്ന് പറഞ്ഞിട്ടില്ല. എന്തിന്? കാഫറായി മരിച്ചു എന്ന് നമുക്ക് ഉറപ്പുള്ള ചേകന്നൂര് അദ്ദേഹത്തെയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ട് മുശ്രിക്കാക്കിയിട്ടില്ല. കാരണം നീ ശിർക്ക് ചെയ്തിട്ടില്ല. CN അഹമ്മദ് മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയി, അദ്ദേഹം ശിർക്ക് ചെയ്തു എന്ന് മുജാഹിദുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. മുജാഹിദായിട്ട് പിന്നെ ശിർക്കിലേക്ക് പോയ ഒരാളെ ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 100 കൊല്ലത്തിന്റെ ചരിത്രത്തില് ഇപ്പൊ ഇങ്ങനെ ഒക്കെ മുശ്രിക്കും. അത് നമ്മൾ ഷെയ്ഖായിട്ട് പറയും, ബാക്കിയുള്ളവർ ഏറ്റു പറഞ്ഞു. അങ്ങനെ വളരെ ഗൗരവമായിട്ട് കരുതിക്കൊടി. വളരെ ഗൗരവമായിട്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സമസ്തക്കാര് പോലും മുജാഹിദുകളിൽ മുശ്രിക്കുന്നുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? സമസ്തക്കാരെന്താ പറയല്? നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന ശിർക്ക് ഞങ്ങളുടെ ഇരുന്നില്ല. ഞങ്ങൾ അമ്പിയാക്കളെ ഔലിയാക്കളൊന്നും ആരാധിക്കുന്നില്ല. അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഇടയാളന്മാരെ തേടുക എന്നല്ലാതെ. സമസ്തക്കാര് പോലും ഇന്ന് വരെ മുജാഹിദുകളെ മുശ്രിക്കാക്കിയില്ല. മടപൂരികളെ മുശ്രിക്കാക്കി, ജമാഅത്തെ ഇസ്ലാമി മുശ്രിക്കാക്കി. പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ പേരിൽ കള്ളുകുടിയനായാളെന്ന് പറഞ്ഞാൽ അയാൾ ആൽക്കഹോളിക് കണ്ടൻസ് ടെസ്റ്റ് ചെയ്ത് അയാൾ കള്ളു കുടിച്ചിട്ടുണ്ടോ, അയാളെ ബ്ലഡിൽ കള്ളുണ്ടോ എന്ന് അറിയാൻ കഴിയും. അതില്ലാന്ന് തെളിയിച്ചാൽ പിന്നെ അയാളെ മദ്യപാനി എന്ന് വിളിക്കരുത്. ഒരാളെ ഹാജരാക്ക്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന തേടുന്ന ഒരാളെ ഇല്ല. നുണയാണ്, കളവാണ്. ലോകത്താരേത് വേദികളിൽ എത്ര ഉച്ചസ്ഥലം ഏത് പണ്ഡിതന്മാരെ നിർത്തി പറഞ്ഞാലും നുണയാണല്ല, അത് നുണയാണ്. വിശ്വസിക്കരുത്. ഒരാൾ ഹാജരാക്കില്ലെങ്കിൽ ഏത് ഞാൻ പറയുന്നതിലൂടെ എനിക്ക് വേണമെങ്കിൽ ഹാജരാക്കാം. എന്റെ പ്രസംഗം കേട്ടിട്ട് താടി നീട്ടിയ 500-ലധികം ആളുകൾ വേണമെങ്കിൽ ഹാജരാക്കാൻ പറ്റും.
നരേന്ദ്ര മോള് തുണി കൊടുത്തവരെ ഇസ്സദസ്സെന്ന് വേണേ എഴുന്നേറ്റ് പിടിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ എന്റെ പ്രസംഗം കേട്ടിട്ട് ജിന്നിനോട് നേടാന്ന് മനസ്സിലാക്കിയ ഒരാൾ ഈ സദസ്സൊന്നും നേടിയിട്ട് പോയിന്റാട്ടോ നെഞ്ഞത്ത് കുറിച്ച് വെച്ചോളി. എന്നിട്ട് ചോദിക്കോനോട് നിർത്ത്, നാവ അല്ല വന്നത് തോന്നിയാസം പറയല്ല, നിർത്ത്. ഈ ആലിമ ഈ സെക്രട്ടറി ഒക്കെ എനിക്കറിയാം, പക്ഷെ പറയല്ലേ, മനസ്സിലായോ? പറയല്ലേ, പറയാൻ പാടില്ലാത്ത പറയല്ലേ, അവേ വൃത്തികേട് പറയാനല്ല, പറയല്ലേ ഷാരു. അതുകൊണ്ട് സൂക്ഷിച്ചോളി. മരിച്ചു ഇന്ന് രാത്രി മരിച്ചാലേ ശിർക്കല്ലാത്തവനെ മുശ്രിക്കാക്കിയതിന് മുശ്രിക്കായിട്ട് മരിക്കുക. അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു യോഗ്യത ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ശിർക്ക് ആരോപിക്കുന്ന ആളെങ്ങാനൊന്ന് മരിച്ചാലോ എന്നെ പറ്റിയാ മുശ്രിക്കാൻ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പിന്നെ പ്രസിഡന്റ് വരാൻ പാടുണ്ടോ? സെക്രട്ടറി വരാൻ പാടുണ്ടോ? ഒരാൾ മുശ്രിക്കായി മരിച്ചാൽ ഓൻ ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ വിധി. അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ എന്ന് മരിച്ചു എന്ന് കേട്ടത് കഴിക്കുക. നമ്മുടെ നേതൃത്വത്തിന് പോലെ മയ്യത്ത് നിസ്കരിക്കാൻ അവകാശമില്ല. നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ ഒരു ദുരന്തം ഞാൻ തുറന്നു പറയാൻ. മയ്യത്ത് നിസ്കരിക്കാൻ അവകാശമുണ്ടോ? ഉണ്ടോ? ഇല്ലാന്ന്. അങ്ങനെ ജിന്നിനോട് പ്രാർത്ഥിച്ച് മുശ്രിക്കായി മരിച്ചവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ? 9-ാം അധ്യായം വായിക്ക്, 113-ാമത്തെ ആയത്ത്. ശിർക്കിലായി മരിച്ചവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല, ഓനെ മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ മയ്യത്ത് കബറടക്കാൻ പാടില്ല. എന്തായി പറയുന്നത്? ജാഹിദ് പ്രസ്ഥാനം രൂപീകരിച്ചതിന് എന്തിനാ? മുശ്രിക്കുകളെ മുവഹിദാക്കാനാ. ഇപ്പൊ നമ്മള് രാവും പകലും മറന്ന് ഓടുക, എത്ര മുവഹിദിനെ മുശ്രിക്കാൻ. എടാ അറിഞ്ഞോ, ഇന്ന് 8-ആയി, നാളെ 9-ആയി, മറ്റന്നാൾ 16-ആയി. എടാ കഴിഞ്ഞ ആഴ്ച വരെ ഒരാളായി, ഇപ്പൊ എത്ര ആളായിടാ? ഇപ്പതാ എത്ര ആളാ? അതുകൊണ്ട് അള്ളാനെ കരുതിക്കോളി, പടച്ചോനെ പേടിച്ചോളി. കക്ഷിത്വം നരകത്തിലേക്കായത് ഹിസ്ബുള്ള, അള്ളാന്റെ കക്ഷി ഹിസ്ബുള്ള അതാകുക. ഇനി ഞാൻ ദീർഘിച്ചു വളരെ പ്രധാനമായ ഒരു പോയിന്റ് പറയാം. മക്കാ മുശ്രിക്കുകൾക്ക് സംഭവിച്ച യഥാർത്ഥത്തിലുള്ള കുഴപ്പമെന്താണ്? അത് പോയിന്റ് നിങ്ങൾ ശരിക്കും അമുസ്ലിമും മുസ്ലിമും എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ യാത്ര പോവാണ്, ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോവാണ്. അപ്പൊ 2 AP സുന്നി കുട്ടികൾ എന്റെ അടുത്ത് വന്നിരുന്നു. പാലശ്ശേരിയില്ലേ? ആ കുട്ടികളെ മൊബൈലിലെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഉള്ളാറ് ഞങ്ങൾ കാന്തപുരം കൂടി സയാമീസ് ഇരട്ടകളും അതിന് തലങ്ങനെ ഒട്ടിച്ചൊരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മക്കളെ ഇത് ശരിയല്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന അള്ളാനെയല്ലേ? അതെ, അള്ളാന്റെ ഫോട്ടോ ഇല്ലേ? നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന റസൂലിനല്ലേ? ആ അള്ളാന്റെ റസൂലിനെ ഈ ഫോട്ടോ കാണാതെ പിക്ചർ ഇല്ലാതെ അള്ളാനെ റസൂലിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഉണ്ട്. അങ്ങനെ തന്നെ മതി കേട്ടോ, അതിലപ്പുറത്തേക്ക് കിടക്കണ്ട, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തൗഹീദിന്റെ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ ഒന്നുള്ള പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ പോലെ നിങ്ങളെ പ്രശ്നം? ഒന്നുമില്ല, അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഇത് തന്നെയാണ് അബൂജഹലും പറഞ്ഞതെങ്കിൽ നീയും അബൂജഹലും ഒരേ വിശ്വാസക്കാരനാണെന്ന് ഈ സമ്മതിക്കുകയോ ചോദിച്ചു. അവരാണ് ഇത് തന്നെയാണ് ബാലകൃഷ്ണന്റെ വിശ്വാസം എന്ന് ഞാൻ സ്ഥാപിച്ച ബാലകൃഷ്ണനും കണക്കാണെന്ന് ഈ സമ്മതിക്കുകയോ ചോദിച്ചു. അവൻ ഞാൻ അവനെ തെളിവുദ്ധരിച്ചു കൊടുത്തു. നിങ്ങറിയോ എന്താ സമസ്തക്കാരുടെ വിശ്വാസം? ഈ സദസ്സിലും ചിലപ്പോൾ സമസ്തക്കാരുടെ എന്താ പോലെ വിശ്വാസം? മൊയ്തീൻ ഷെയ്ഖിന് അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലേ? ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു വിശ്വാസമല്ലേ ഉള്ളത്? ഇതേ വിശ്വാസമായിരുന്നു അബൂജഹലിന്. ഇതേ ഇബ്രാഹിം നബിക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്ന്, ഇസ്മായിൽ നബിക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്ന്. ശരിക്കും മനസ്സിലായിക്കോളെ കേട്ടോ. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ലാത്തക്കും മുസ്സക്കും മനാത്തക്കും വദ് സുബാഹി യഹൂസ് യഹൂക്ക് നസറ് ഈ ആളുകൾക്കെല്ലാം അള്ള കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെന്താ തെളിവ്? ഒരേ ഒരു തെളിവ്, നിങ്ങൾ സ്വഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിക്കണം. കിതാബുൽ ഹജ്ജ് എന്ന ബാബ് പരിശോധിക്കണം. കിതാബുൽ ഹജ്ജില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞാനും കാബത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അബൂജഹലും കൂട്ടരും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇനി പറയുന്ന പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ഗൗരവമായി ആലോചിക്കണം, ചിന്തിക്കണം. എന്താണത്? അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വരുമ്പോ അവർ ചെല്ലിയിരുന്ന തൽബിയത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, എങ്ങനെ? അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല എന്നിങ്ങനെ പറയുമ്പോ റസൂലുള്ളാഹി ഇടപെടും. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖദ്. അപ്പൊ ഇടപെട്ടിട്ട് റസൂലുള്ളാഹി പറയാം, മതി, ഒരു വാൽകഷ്ണവും കൂടി അവർ പറഞ്ഞിരുന്നു.
അത് വേണ്ടാന്ന് റസൂല് പറയണേ. എന്താ വാൽക്കഷ്ണം? ശരിക്ക് ശ്രദ്ധിച്ചോളി, പഠിച്ചോളി, മനസ്സിലാക്കിക്കോളി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടർ നിൽക്കുമ്പോ അബൂജഹൽ ഹജ്ജ് ചെയ്യാൻ വരുന്നേ. അബൂജഹൽ ഹജ്ജ് ചെയ്തിരുന്നു. നമ്മള് സാധാരണ മലപ്പുറത്തേക്ക് കിടന്നിട്ട്, എടാ അതാണ് വീട്, അത് അബ്ദുൽ ഖാദർ ഹാജിന്റെ ആണ്. എടാ ആ വീടായിരുന്നാ, അത് സുബൈറാജിന്റെ ആണ്. അതായിരുന്നാടാ, അത് അബ്ദുറഹ്മാൻ ഹാജിന്റെ ആണ്. അതുപോലെയായിരുന്നു. അതായിരുന്നാ അൽഹാജി അബൂജഹലിന്റെ വീട്, അതോ അൽഹാജി അബൂലഹബിന്റെ വീട്, അതോ അൽഹാജി വലീദ് മുഗീറയുടെ വീട്. എല്ലാവരും ഹാജിയന്മാര്, മത്തരമാറ്റ ഹാജിയന്മാര്. കായബത്തിൽ എന്ത് ഹജ്ജ്, എന്തൊരു കോലയിരുന്നവരുടെ ഹജ്ജ്, ഉടുതുണി കുരിഞ്ഞിട്ട് മഹാജി. കാരണം ഡ്രസ് ഇതിട്ടിട്ട് പാവം ചെയ്ത ഡ്രസ്സാ അതുപോലും ഉണ്ടായിരുത്, എന്നാലേ അള്ള പുറത്തിരുന്നിട്ട് ഉടുതുണി വിരിഞ്ഞ ഹജ്ജ്. അത്ര തഖ്വ അതായിരുന്നു അവരുടെ അവസ്ഥ. അറിയണങ്ങള് സഹീഹ് മുസ്ലിമിലെ പറഞ്ഞ അവരെ തെൽബിയത്ത് അവര് ചെല്ലി, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു അല്ലാഹ്. അപ്പൊ റസൂൽ ഇടപെടുക. ഒരു വാൽകഷ്ണം കൂടി ഫിറ്റ് ചെയ്തിട്ട് അവർ വരുന്നത്. ആ വാൽകഷ്ണം എന്താ? ആ വാൽകഷ്ണം പറയരുത് എന്നാണ് റസൂൽ അബൂജഹലിനോട് പറഞ്ഞേ. പക്ഷെ അബൂജഹൽ നബിയോട് ഞാൻ പറയും നീ എന്താക്കൂ. അതിനെ കേരളത്തിൽ അബൂബക്കറിനോട് നമ്മൾ പറഞ്ഞു പറയല്ലേ. അബൂബക്കർ ചോദിച്ചു, ഞാൻ പറയും നിങ്ങൾ എന്താക്കൂ, ഞാൻ കേരള യാത്രയും നടത്തും, ഞാൻ മുടി മുക്കും, നിങ്ങൾ എന്താക്കും. നമ്മൾ എന്താക്കാന്? നിങ്ങൾക്ക് സ്ഥാനം അന്ന് ഒരുക്കിയിട്ടുണ്ട്, അത് കുറച്ച് കഷ്ടപ്പെട്ട എടാ, അത്രയേ ഉള്ളൂ, വേറെന്താ. ഏയ് നബി എന്താണ് ചെല്ലരുത് എന്ന് പറഞ്ഞ വാൽകഷ്ണം? അതാ നമ്മൾ ചെല്ലണേ, അതാണ് നോക്കണ്ടേ. നബി വിലക്കിയ വാൽകഷ്ണമാണ് ഇന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ ചെല്ലണത്, ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ചെല്ലണത്. എന്താ വാൽകഷ്ണം? ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലികുഹു വമാ മലക. ഒന്ന് അർത്ഥം പറഞ്ഞു നോക്കിയേ. ഇല്ലാ ശരീക്കൻ ഹുവ ലക, നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്, ആ ഒക്കെ നിന്റെ തന്നെ. പിന്നെയോ തംലികുഹു വമാ മലക, അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല, എല്ലാം നീ കൊടുത്തതാ. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അല്ലാ അത് മുഴുവനും നീ അധീനപ്പെടുത്തിയതാണ്. പടച്ചോനെ ലാത്തക്ക് സ്വന്തമായി കഴിവില്ല, മനാത്തക്ക് സ്വന്തമായി കഴിവില്ല, ഉസ്സക്ക് സ്വന്തമായി കഴിവില്ല, ഹുബലിന് സ്വന്തമായിട്ട് കഴിവില്ല, ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും സ്വന്തമായിട്ട് കഴിവില്ലല്ല. അല്ലാ അവരുടെ ഒരു ചെറുവിരൽ പോലും അനങ്ങുന്നില്ലല്ല, നീ കഴിവ് കൊടുത്തിട്ടല്ലാതെ. ഇത്ര കൃത്യായ സമസ്തക്കാരെ തൗഹീദ് അബൂജഹലിനെ ആലോചിച്ചേ. നിങ്ങൾ ചിന്തിക്കേ, അബൂജഹൽ എന്താ പറഞ്ഞേ? അല്ലാ ഇവർക്കാർക്കും സ്വന്തമായിട്ട് കഴിവില്ലെന്ന, നീ കൊടുത്ത കഴിവാണ്. ആലോചിക്കണേ, നീ കൊടുത്ത കഴിവാണ്. ഇത് വിശ്വസിച്ച റസൂൽ എന്താ പറഞ്ഞേ? നീ കൊടുത്ത കഴിവുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കണേ എന്നുള്ള വാൽകഷ്ണം ഉപേക്ഷിക്കും. മനസ്സിലായില്ലേ? അത് പറഞ്ഞപ്പോ അബൂജഹൽ കേട്ടില്ല. അതുകൊണ്ട് എന്നിട്ടും അബൂജഹലിനെ ബദർ യുദ്ധത്തിൽ സഹാബത്ത് നേരിട്ടു, കൊന്നു. ഇന്നെങ്ങാനും സഹാബിമാരുണ്ടായിരുന്നെങ്കിൽ ആരോടായിരിക്കും ഈ യുദ്ധം? മൊയ്തീൻ ശേഖന് അള്ള കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കണേ എന്നുള്ളവരായിരിക്കും മറുഭാഗത്ത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മാത്രമല്ല, ഖുത്ബിയ്യത്ത് എന്നുള്ളൊരു പുസ്തകം പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്ലിം അടുത്ത കാലത്ത് മരിച്ചു. അയാൾ പരിഭാഷപ്പെടുത്തി അതിന്റെ 24-ാമത്തെ പേജിൽ എന്തറിയോ? മൊയ്തീൻ ശേഖ് അള്ളയെന്ന് ഞങ്ങൾ വിശ്വസിക്കണില്ല, മൊയ്തീൻ ശേഖിന് അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ ഞങ്ങളെ സഹായിക്കാൻ. ഇതിന്റെ അബൂജഹലും വിശ്വസിച്ചേ. ഇനി ഇന്ത്യയിലെ ഹിന്ദുക്കളോ? അതുകൂടെ കേട്ടാ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും എന്താ വിഷയം. ഇന്ത്യയിലെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന എന്താണ്? ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം കെ പരമേശ്വരൻ പിള്ളയാണ് അതിന്റെ ഓദർ. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ, അതാണ് അതിന്റെ മേൽവിലാസം. അതിന്റെ അധ്യായം 21, അധ്യായത്തിന്റെ പേര് ഒന്നോ പലതോ, പേജ് നമ്പർ 148, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരികൾ. എന്തായാലും പറയുന്നതറിയോ? കെ പരമേശ്വരൻ പിള്ള പറയുന്നതറിയോ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കാൻ പോലും പടച്ചോൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ ഒരു ദേവിക്കും ദേവനും. കണ്ടോ, സത്യത്തിൽ കമറുലമാകാൻ ഏറ്റവും യോഗ്യത കെ പരമേശ്വരൻ പിള്ള കവര ഭാഷയിൽ. കാരണം ഓലേക്കാൾ ടോപ്പ് തൗഹീദ് ഓല ഭാഷയിൽ. എന്താ പറഞ്ഞത്? ഒരു ദേവിക്ക് ഒരു പുല്ല് പോലും അനക്കാൻ അള്ള കഴിവ് കൊടുത്തിട്ടല്ലാതല്ല. അപ്പോ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വിശ്വാസത, അബൂജഹലിന്റെ വിശ്വാസത, നേരത്തെ പറഞ്ഞ ആളുകളുടെ വിശ്വാസത. എങ്കിൽ പറ, ഇവിടെ ശിർക്കുണ്ടോ? നബി വിലക്കിയ ശിർക്ക് ഈ ഉമ്മത്തിലുണ്ടോ? ഉണ്ടോ? അല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടുക, അതിൽ നിന്ന് രക്ഷപ്പെടുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഖുൽ ഇന്നമാ അദൂ റബ്ബീ വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പറയുന്നു. ഈ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 20-ാമത്തെ വചനമാണ്. ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ഒരു ശക്തിയോടും ഒരു മഖ്ലൂക്കിനോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അതാ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും പടച്ചോനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നവനായിട്ടില്ല. ഒരു സലാഹിയുമില്ല, ഒരാളുമില്ല. ഒരു ജബ്ബാർ മൗലവിയില്ല, ആരുമില്ല. അതൊരു നുണയാണ്, പച്ച നുണയാണ്. ആ നുണ ആര് പറഞ്ഞാലും നിങ്ങൾ ചെവിക്കൊടുക്കരുത്. ജബ്ബാർ മൗലവി മരിച്ചിട്ടില്ലോ, ജീവിച്ചിരിപ്പുണ്ട്, വിളിച്ചിട്ടടിച്ചു ചോദിക്ക്. ജക്കരിയ മരിച്ചിട്ടില്ല, ഇന്ന് മരിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് വിവരം കിട്ടിയിട്ട് മരിച്ചോ എന്നുള്ളത് ഇല്ല. ഞാനും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഇല്ല. ജീവിച്ചിരിക്കുന്നവരുടെ ഫോൺ ഇവിടെയുണ്ട്, ഇവിടെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതിശക്തമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല സെലഫിയത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടം. അതൊക്കെ മനസ്സിലായി, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നീക്കണം. ഒരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല. പ്രമാണവിരുദ്ധമായി 1/2 ഇഞ്ച് പിറകോട്ട് നമ്മളെ പോയിട്ടില്ല. പിന്നെ വേറൊന്നുണ്ട്, ഇവിടെ മുസ്ലിം സംഘടനകൾക്ക് ദീൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ ദീൻ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് അള്ളാന്റെ റസൂല് പറഞ്ഞ അള്ളാഹ് പറഞ്ഞ അപരിചിതമായ രൂപത്തിലെ ഇസ്ലാം കടന്നെന്ന് ഇസ്ലാമിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ ഇസ്ലാമാ പറഞ്ഞു എവിടത്തോടെ എത്തി? ജിന്നോ അങ്ങനൊന്നുണ്ടോ? ഒരു ചങ്ങായി ചോദിച്ചതാ, അങ്ങനൊന്നുണ്ടോ? എങ്ങനെയുണ്ട്? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഓൻ ഖുർആൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് നിഷേധിച്ച് എവിടെക്കോ എത്തിപ്പോയി. ജിന്നിന് കണ്ണുണ്ടോ? ഉണ്ടോ? ഉണ്ടാത്ത ഉണ്ടോ? ജിന്നിന് കണ്ണുണ്ടോ? ഉറക്കെ പറയുണ്ടോ? ചിരിക്കുന്നുണ്ടോ? ജിന്നിന് കണ്ണുണ്ടോ? ജിന്നിന് കാതുണ്ടോ? ഹൃദയമുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് അറിയുന്നവരൊന്ന് കൈവക്കി. ഞാൻ പറഞ്ഞ 3 ജിന്നിനുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് കൈവക്കി. ജിന്നിന് കണ്ണുണ്ടോ? കാതുണ്ടോ? ഹൃദയമുണ്ടോ? ഇതുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് കൈവക്കി. 1, 2, 3, 4. അല്ലാഹു അക്ബർ. ബാക്കിയുള്ളവരൊക്കെ കാര്യം പോക്കാം. ബാക്കി കൈയൊക്കാത്തവരെ കാര്യമൊക്കെ പോക്കാം. നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ലേ? അന്ന് പോയിട്ട് നോക്കി. ഖുർആനിലെ 7-ാം അധ്യായം 170. പ്രശ്നം ഇത്. എന്നിട്ടല്ലേ ബാക്കിയുള്ള പഠിക്കല്? അത് തന്നെ അറിയില്ല. ബേസിക് ആയിട്ട് ജിന്നിനെ പറ്റി അള്ളാഹ് പറഞ്ഞ അതുപോലെ അറിയില്ല. എന്നിട്ട് അപ്പൊ തർക്കിക്കണേ. പഠിക്കുക ആദ്യം, എന്നിട്ട് തർക്കിക്ക്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ജിന്നിന് നാം ഹൃദയം, അത് ജിൻ പറഞ്ഞവരോട് ചിന്തിച്ചില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ജിന്നിന് ഞാൻ കാത് നൽകി, മനുഷ്യനും ജിന്നിന് ഞാൻ കണ്ണ് നൽകി, മനുഷ്യനും ജിന്നിന് ഞാൻ ഹൃദയം നൽകി, മനുഷ്യനും. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അതുപോലും അറിയില്ല. ഖുർആനിലെ മശൂറായ ആയത്താത്. വലഖദ് ദറഹ്നാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. ജിന്നി വൽ ഇൻസി ലഹും, അവർക്കുണ്ട്. ആർക്കുണ്ട്? ജിന്നിനുണ്ട്. ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അതുപോലും അറിയില്ല. എന്നിട്ട് അപ്പൊ ബാക്കിയുള്ളത് പഠിക്കണേ, തർക്കിക്കണേ, വായിക്കണോ? രാവും പകലും ഓർക്കൊയിന് ഖുർആന് അമാനോലയുടെ പരിഭാഷകളുമായി. എന്നിട്ട് മുജാഹിദായി കേട്ടോ. അല്ലാഹ് കാക്കട്ടെ. മനസ്സിലായോ? ജിന്ന് ഭക്ഷിക്കും, ജിന്ന് പറഞ്ഞ് പെറ്റുകൂട്ടും, കല്യാണം കഴിക്കും ഒക്കെ ഖുർആൻ പറഞ്ഞതാ. നിഷേധിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഏതുപോലെ അറിയോ കൗമിന്റെ ഒരവസ്ഥ? എറണാകുളത്ത് ഒരു മുജാഹിദ് കുടുംബത്തിലെ ചെറുപ്പക്കാരി പെൺകുട്ടി ആക്സിഡന്റിൽ മരിച്ച് കുന്നത്തേരിക്കാരൻ്റെ ചോദിച്ചോട്ട്. കെരീക്കാണ്ട് അവിടെ കുന്നത്തിൽ വലിയൊരു താടിയൊക്കെ വെച്ചിട്ടുള്ള മനുഷ്യൻ. അവിടെ വെച്ചാൽ അയാളെ മരുമോള മരിച്ചിട്ട് വേഗത്തിൽ കൊണ്ടുപോയി മയ്യത്ത് കവറടക്കണം എന്നാണ് നമ്മളെ വിശ്വാസം. നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. ഇവര് വേഗം മയ്യത്ത് നിസ്കരിച്ചപ്പോ പെണ്ണുങ്ങളെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. ആ നാട്ടുകാരിലെ പെണ്ണുങ്ങൾക്കൊന്നും വലിയ പരിചയമില്ല. മുജാഹിദ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര ബഹളം, നാട്ടില് ഭയങ്കര ബഹളം. എന്നിട്ട് അപ്പൊ സ്ത്രീകളോട് മുജാഹിദ് സ്ത്രീകൾ ചോദിച്ചല്ലേ എന്താ നിങ്ങൾ ബഹളണ്ട? ഇത് തന്നെയാ ഞങ്ങൾ ഉസ്താദുമാർ നിങ്ങളെ പറ്റി പറഞ്ഞ്. നിങ്ങൾ എന്തും കുറയ്ക്കും, നിങ്ങൾ എന്തും കൂട്ടും, റുക്കൂം സുജൂദും ഇല്ലാണ്ട് ഇതെന്ത് മയ്യത്ത് നിസ്കാരാ? എങ്ങനെയുണ്ട് 50 കൊല്ലത്തിന്റെ പാരമ്പര്യം പറഞ്ഞ സംഘടനകള് എങ്ങനെ റുക്കൂം സുജൂദും ഇല്ലാണ്ട് ഇതെന്ത് മയ്യത്ത് നിസ്കാരാ? അത് കേട്ടെന്ന് തൂങ്ങി മരിക്കാൻ എനിക്ക് തോന്നി. അള്ളാഹ് ഹറാമാക്കൊണ്ട് ചെയ്തില്ല. ഈ ഉമ്മത്തിനെ കുറിച്ച് ഓർത്തിട്ട് മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂം സുജൂദും ഇല്ല എന്ന് പോലും അറിയാത്തൊരു കൗമ്. നിങ്ങൾക്ക് കേൾക്കണ്ടേ? വലിയ കൗമാണല്ലോ ഇവിടെ മുജാഹിദ്.
രണ്ടൊന്ന് ചെറുപ്പക്കാരൊരു പള്ളിയിൽ മഗ്‌രിബ് കൊടുത്ത ഉടനെ ഇക്കാമത്തിന്റെ അടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചു. ആ പള്ളിയിൽ നടന്ന സംഭവമാട്ടോ പറയുന്നത്. എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെ നന്നാക്കരുത്. ഏത് 2 റക്അത്ത് നിസ്കരിച്ചു. ഭയങ്കര ബേളായ അവിടെ. പിറ്റേന്ന് ചെയ്ത പണിയൊക്കെ നിങ്ങൾക്ക് മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇമാമ് മിമ്പറിൽ വന്നിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത് ഈ മുമ്പിൽ ഇക്കാമത്തും കൊടുത്ത് ഒറ്റ നിൽക്കാരോ. ആൾക്കാർ ചോദിച്ചു എന്താ അത്? അന്നുള്ളൊരു വിധുവത്തേറ്റ് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോ താടി നിൽക്കി നെരിയന്റെ മോള് തുണിയായിട്ട് മഗ്‌രിബിന് ശേഷം ഇക്കാമത്തിന്റെ അടുത്ത് 2 റക്അത്ത്. കൗമേ, ആ അമാനുവൊരു ഇസ്ലാമിക ജീവിതം ഒരാവർത്തിയ പച്ച മലയാളം ചെങ്ങായി ഈ KNM ISM MS ആയിട്ട് നടക്കണ്ടല്ലോ മുജാഹിദാന്ന് പറഞ്ഞിട്ട് പഠിക്കണോ? 50 കൊല്ലം മുമ്പുള്ള കാക്കാര ഇൽമല്ല ഇൽമു. നബി പഠിപ്പിച്ചേ എത്ര ഹദീസിലാ വന്ന് മഗ്‌രിബിന് ശേഷം ഇക്കാമത്തിന് എടുക്കുന്ന 2 റക്അത്ത് നിസ്കാരം. ഇതാ അവസ്ഥ. എന്നിട്ടാ ബാക്കിയുള്ള പോലെ കുതിര കയറുന്നത്. അല്ലാഹു അക്ബർ. വരും വരായികൾ ചിന്തിച്ച് നാവിനെ മുടിയതേ ഈ കൗമി ഇൽമില്ലാതെ മരിച്ചു. അല്ല നമ്മളോട് ചോദിക്കും. പടച്ചോൻ ചോദിക്കും. പടച്ചോനേക്കാൾ വലിയ രാജാവൊന്നും ഒരു നാടും ഭരിക്കണില്ല. ഐനൽ ജബ്ബാറൂൻ, എവിടെ ഏകാധിപതികളും സ്വച്ഛാധിപതികളും എന്റെ മുമ്പിൽ എവിടെ എന്ന് ചോദിക്കുന്ന ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബിനെ പേടിക്ക്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അള്ളാന്റെ മാർഗത്തിലേക്ക് ദൈവത്തെടുത്തുന്നവർ അള്ളാനെ പേടിക്കും. പടച്ചോനെ പേടിച്ചിട്ട് മുന്നോട്ട് പോവാം. നിങ്ങളോടൊപ്പം പറയാനുള്ളതാണ്, വിവാദങ്ങളിൽ കുടുങ്ങാതെ വസ്തുതകൾ ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങളെ വിവച്ഛേദിച്ച് അറിഞ്ഞ് കൃത്യമായി ഉൾക്കൊണ്ട് നല്ല നിലക്ക് ജീവിക്കാൻ നോക്കി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. നിങ്ങളുടെ നാഥൻ, നിങ്ങൾ അല്ലാഹുവിനോട് എന്റെ നാഥൻ, എന്റെ അടിമകൾ, എന്റെ പരപ്രവാചക, ഞാൻ അവരുടെ ജീവനാടിയേക്കാളും അടുത്തവനാണെന്ന്. എന്നോട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവൻ ഉത്തരം ചെയ്യും. ആ റബ്ബിലാണ് നമ്മുടെ വിളിച്ചത്. സൂറത്ത് ബഖറ 186 വചനം. അതുകൊണ്ട് അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയും അവരിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുകയും പ്രവാചകന്മാരുടെ മാതൃക ധാരണം ചെയ്യുകയും സൃഷ്ടികളിൽ ഒന്നിനോടും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നുണപ്രചരണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ നന്മയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ബമാലിൽ നടക്കുന്ന അസറിന് ശേഷം 4 മണിയോടേക്ക് നിങ്ങൾ അവിടെ എത്തുക. പരലോകം അതുമായി ബന്ധപ്പെട്ട് മോക്ഷത്തിന് എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ 4 മണിക്ക് ദമാമിൽ സംസാരം. എല്ലാവരും വരും, കുടുംബസമേതം വരും. മാക്സിമം ആളുകൾ 4 മണിയോടേക്ക് അവിടെ എത്തി പഠിക്കുക. ഇന്ന് രാത്രി മരിച്ചാൽ ഹക്കായി ഹക്കിനെ ഉൾക്കൊണ്ട് മരിക്കാൻ ശ്രമിക്കും. വാശികൾക്കപ്പുറത്ത് വൈരത്തിനപ്പുറത്ത് നെല്ലും പതിലും വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ നന്മയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രസാദിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പഠിക്കാനുള്ള സന്മനസ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ വിജ്ഞാന സ്ഫോടനം നടന്ന ലോകത്ത് വൈജ്ഞാനികമായ സ്ഫോടന മേഖലകളിൽ കൂടുതൽ പഠിച്ചു മുന്നേറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സത്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള ധീരതയും ധൈര്യവും സ്ഥൈര്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്റെ ഉപജീവനം ഇന്നാളെ ചുറ്റിപ്പറ്റിയാലേ നടക്കൂ എന്ന തെറ്റായ വിശ്വാസത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ റബ്ബിൽ കണക്കെന്തോ അതേ ഈ ഭൂമുഖത്ത് നടക്കൂ. അതുകൊണ്ട് അതിൽ എന്നെ തവക്കുൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവൻ തവക്കുൽ ചെയ്ത് ജീവിക്കാനുള്ള അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതേത് പരീക്ഷണ ഘട്ടങ്ങളിലും പതറാതെ ഇടറാതെ തളരാതെ ആര് കൂടെ ഉണ്ടാകും, ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ അംഗീകരിക്കും, ഞാൻ നാളെ എന്താകും എന്ന് ചിന്തിക്കാതെ എന്റെ റബ്ബ് എന്നെ കൂടെയുണ്ട്, അവനെന്നെ കൈവിടില്ല എന്ന വിശ്വാസത്തിൽ മുന്നേറുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.